വന്ന പോലെ ഒരു സ്റ്റോറിയിൽ തുടങ്ങാം. ഈ സ്റ്റോറി എന്റെ ഉപ്പയാണ് എനിക്ക് പഠിപ്പിച്ചത്. സ്റ്റോറി എന്താന്ന് വെച്ചാല് നമ്മുടെ ഒരു ഇപ്പൊ ഷിപ്പില് മെക്കാനിക്കായിരുന്നു. ഇപ്പൊ ഷിപ്പില് മെക്കാനിക്കായ സമയത്ത് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കഥയാണ്. അവിടെ പറഞ്ഞാൽ എനിക്കറിയില്ല, ചിലപ്പോ ഇത് ഇന്റർനാഷണലിലേക്ക് പറയുന്നത് എനിക്ക്. അതായത് സംഭവം ഇതാണ്. പിന്നെ ഒരു മെക്കാനിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പണി നടക്കുകയാണ്. പണി നടക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ കുറെ സമയത്ത് കഷ്ടപ്പെടുന്നു. എങ്ങനെയും ഇതൊന്നും ശരിയാക്കാൻ പറ്റുന്നില്ല. അവസാനം എന്ത് ചെയ്തെന്ന് പറഞ്ഞാല് പിന്നെ ഇതെങ്ങനെ നിങ്ങൾക്ക് ശരിയാക്കണമല്ലോ, അങ്ങനെ ഒരാളെ എക്സ്പെർട്ടിനെ വിളിച്ചു. അങ്ങനെ അയാൾ വന്നു. അയാൾ ഇതിനൊരു എമൗണ്ട് ഫിക്സ് ചെയ്തു, ഒരു $600 ഫിക്സ് ചെയ്തു. അയാൾ വന്നിട്ട് ഒരു മുട്ടി എടുത്തിട്ട് ഒരു 2 തട്ട് കട്ടി. 2 തട്ട് കട്ടിയപ്പോ എന്ത് ചെയ്തു, ഈ സംഭവം ഫിക്സ് ആയി, ശരിയായപ്പോ അത് മറ്റുള്ളവർ പറഞ്ഞു, നിങ്ങൾ 2 മുട്ടിനെ കൊണ്ട് 2 തട്ട് കെട്ടാനാണ് ഈ പൈസ വാങ്ങിച്ചത്, അതുകൊണ്ട് നമ്മൾ തരൂലെന്ന് പറഞ്ഞു. അങ്ങനെ അതുമായിട്ട് പ്രശ്നമായി. അപ്പോഴാണ് അയാൾ പറഞ്ഞത്, അതായത് ഈ മുട്ടി ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് എവിടെ മുട്ടണം എന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഈ എവിടെ മുട്ടണം എന്നറിയുന്നതിനാണ് ഈ എമൗണ്ട് തന്നത്. അതേപോലെയാണ് ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവരും യൂട്യൂബിൽ എക്സ്പേർട്ട് ആയ ആൾക്കാരുണ്ട്, യൂട്യൂബ് അറിയുന്ന ആൾക്കാരുണ്ട്, അപ്ലോഡ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കുറെ സംഭവങ്ങൾ മിസ്സിംഗ് ആണ്. അപ്പം ആ മിസ്സിംഗ് ആയ സാധനമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പൊ വോയിസ് റെക്കോർഡ് ക്ലിയർലി ഒന്ന് പറയണേ, വോയിസ് കിട്ടുന്നില്ലെങ്കിൽ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ 2024 ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർ 48 കോടിയാണ് 2024. അപ്പൊ നമ്മൾ എന്തിനാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ പലപ്പോഴും ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും. നമ്മളിപ്പോ ഒരു കോണ്ടന്റ് ക്രിയേറ്റിംഗ് മേഖലയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. പക്ഷെ ആ ഡൗട്ടിനെ ക്ലിയർ ചെയ്യാനുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്, നമുക്ക് എത്രത്തോളം പോസിബിലിറ്റി ഉണ്ടെന്നുള്ളത്. അപ്പൊ 2024 നമുക്ക് 48 കോടി ആളുകൾ നെറ്റ് ഉപയോഗിക്കുന്നത്. ഇതില് 2025 ആവുമ്പോഴേക്കും 65 കോടി ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. 2025 ആവുമ്പോഴേക്കും ഇത് നേരെ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കേരളയിൽ ഏകദേശം 35 കോടി ആളുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ 28 കോടി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ആളുകളാണ് പിന്നെ കേരളത്തിൽ തന്നെ നമ്മൾ ഈ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത്. അതിൽ കുറച്ച് ആൾക്കാർ കുറച്ച് പേര് പിന്നെ കൂടുതൽ, അതായത് നിങ്ങൾക്ക് അറിയാലോ, ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ ഇതിൽ കുറച്ച് കോടി ഉണ്ടാവും. എന്തായാലും ഈ 28 കോടിയിൽ പിന്നെ എനിക്ക് തോന്നുന്നു 25 കോടി ആൾക്കാരും ചിലപ്പോൾ നമ്മളെ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മളെ പോസിബിലിറ്റി പറഞ്ഞാൽ എത്രയുണ്ട്, നമുക്ക് വരുന്ന വ്യൂസ് 100-200 ആണെങ്കിലും ഇത്രയും ആളുകളാണ് കേരളത്തിൽ ഉപയോഗിക്കുന്നത്. ഇനി ഇതിന്റെ കൂടെ പറയാനുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വിഷയം, അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ടോപ്പിക് എന്താണ്, ഏതാണ്, എങ്ങനെയാണ് എന്നുള്ളതിന്റെ കുറെ വിഷയങ്ങളാണ്. നോർമലി നമ്മൾ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുമ്പോൾ നോക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ കാണുന്ന പോലെ ഫസ്റ്റ് വൺ ഡെമോഗ്രാഫിക് എന്ന് പറയും. ഡെമോഗ്രാഫിക് എന്ന് പറയുമ്പോൾ ഏജ്, ആളുടെ ജെൻഡർ, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, പിന്നെ ഏത് മതത്തിലാണ് എന്നുള്ളത് നോക്കാം. പിന്നെ ജോഗ്രഫിക് പറയുന്നത് നമ്മുടെ സ്ഥലം എവിടെയാണ്, കണ്ണൂർ ജില്ലയാണോ, കാസർഗോഡാണോ, കോഴിക്കോടാണോ, ഇന്ത്യയിലാണോ, യുഎസിലാണോ എന്നുള്ളത്. അപ്പോ ഇനി സൈക്കോളജിക്കൽ ഗ്രാഫ് എന്ന് പറയുന്നത് ആളുടെ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളതാണ്. അതായത് പിന്നെ ഏത് മേഖലയിലുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്, ആറ്റിറ്റ്യൂഡ് എന്താണ്, ലൈഫ് സ്റ്റൈൽ എന്താണ്. അപ്പൊ നമ്മൾ യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇതിന്റെയൊക്കെ ഡാറ്റ നമ്മൾ അനലറ്റിക്സിൽ കിട്ടും. ഒരു കാര്യം അതാണ്, അനലറ്റിക്സിൽ നമുക്ക് ഡാറ്റ കിട്ടും. എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ് എന്നുള്ളതിന് ഒരു രൂപരേഖ ഉണ്ടാക്കണം. നമുക്ക് ഇതിലൊരു പ്ലാൻ ചെയ്യണം. അപ്പൊ നിങ്ങൾ എത്ര പേര് ഇതിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. പിന്നെ ജസ്റ്റ് വീഡിയോ ഇടുന്നവരായിരിക്കും പലരും, വെറുതെ വീഡിയോ ഇടുന്നവരായിരിക്കും, ആരെങ്കിലുമൊക്കെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അങ്ങനെയല്ല, നമ്മൾ ഏത് ഏജ് വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ, ഇപ്പം ഉദാഹരണത്തിന് പൊതുവെ കാണുന്നത് ഒരു യൂട്യൂബിൽ ഒരു 22 മുതൽ മുകളിലോട്ടേക്കുള്ള കുട്ടികളും വയസ്സന്മാരൊക്കെയാണ് ഇത് കാണുന്നത്. പക്ഷെ ചെറിയ കുട്ടികൾ കാണുന്നത് ഈ എന്റർടൈൻമെന്റ്, നമ്മുടെ എംഫോടെക് അങ്ങനത്തെ ചെറിയ കുട്ടികൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ വീഡിയോന്റെ ഒരു അനലറ്റിക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കൂടുതലും കാണുന്നുണ്ടെങ്കിൽ ഒരു 18 വയസ്സ് പ്ലസ് ആയിരിക്കും.
നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മളത് ടോപ്പിക് ചെയ്യുന്ന സമയത്ത് ഇതിനനുസരിച്ച് വേണം പ്ലാൻ ചെയ്യാൻ വേണ്ടിട്ട്. ഓരോ ടോപ്പിക്കും നമ്മൾ കൃത്യമായിട്ട് ഇതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം. ഇനി നോർമലി കാണുന്ന നമ്മുടെ ടോപ്പിക് നിഷാണ് ഒന്ന് ട്രാവൽ വ്ളോഗ്, കുക്കിംഗ്, ലൈഫ് സ്റ്റൈല്, മോട്ടിവേഷൻ, സ്റ്റോറി ടെല്ലിങ്, ടെക് ടിപ്സ്. ഇപ്പൊ ഞാനൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് സാധാരണ നോർമലി നമ്മൾ ചെയ്യുന്ന വീഡിയോ ടോപ്പിക്കുകൾ. ഇതില് ഓരോ വീഡിയോസിനും അതിൻ്റെതായ സമയം എടുക്കുക. അതായത് ഇപ്പൊ ട്രാവൽ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ നമുക്ക് ശരാശരി ഒരു സ്ഥലം കാണിക്കണമെങ്കിൽ ഒരു 5-10 മിനിറ്റ് ഉറപ്പായിട്ട് എടുക്കും. അത് കുക്കിംഗ് ആണെങ്കിൽ ചിലപ്പോൾ ചില കറികളൊക്കെ വെച്ച് വരുമ്പോഴേക്ക് ഒരു 10 മിനിറ്റ് എടുക്കും. ലൈഫ് സ്റ്റൈൽ അങ്ങനെ തന്നെയാണ്, മോട്ടിവേഷൻ, സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ. പക്ഷെ ഇവിടെ കാണുന്നത് പലരുടെയും വീഡിയോസ് ഈ ട്രാവൽ വ്ളോഗ് ആണെങ്കിൽ തന്നെ ചിലപ്പോൾ 2 മിനിറ്റ് ഉണ്ടാവും, 3 മിനിറ്റ് ഉണ്ടാവും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങളാണ് പലരും ചെയ്യുന്നത്. പിന്നെ ഇനി അടുത്തത് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളൊക്കെ വീഡിയോ സാധാരണ ചെയ്യുന്ന സമയം എത്രയാണെന്നുള്ളത്. എത്ര മിനിറ്റ് ആണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നത്? വീഡിയോ ചെയ്യുന്നവരൊന്ന് പറയും. ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒരു 20 മിനിറ്റ് എടുക്കൂല, അതിൽ താഴെ ഒരു 15 മിനിറ്റ്. ലൈഫ് സ്റ്റൈൽ. വേറെ ആരെങ്കിലും ഒന്നും പറയും? ഞാൻ 15 മിനിറ്റിന്റെ ഉള്ളിൽ 15 മിനിറ്റിന്റെ ഉള്ളിൽ 15 മിനിറ്റിനുള്ളിൽ ആരെങ്കിലും 1 മിനിറ്റ് വിട്ടുണ്ടോ? ഞാൻ 5 മിനിറ്റ് താഴെ ആക്കിയിട്ടുണ്ട് ഇപ്പോഴായിട്ട്. നേരത്തെ ചെയ്തിട്ടുണ്ട്. ടോപ്പിക് എന്താ? ടോപ്പിക്ക് ഞാൻ ഇതുപോലെ ടെമ്പിൾ ഫെസ്റ്റിവൽസ്, പിന്നെ ട്രാവൽ ആൻഡ് ഈവന്റ്സ് എന്നുള്ള രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. ചെയ്ത് തുടങ്ങിയിട്ടേ. ഞാൻ നേരത്തെ ഷോർട്സ് മാത്രം ഇട്ടിരുന്ന ഒരാളാണ്. ഷോർട്സ് മാത്രമാണ് ഇട്ടിരുന്നത്. ഇപ്പൊ വീഡിയോസിലോട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതേപോലെ ഞാനിതപ്പോ തുടങ്ങിയിട്ടുള്ളൂ, ഷോർട്സ് മാത്രം ഇട്ടിട്ടാ തുടങ്ങിയിട്ടുള്ളൂ. സാബിർക്ക് അന്ന് പറഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റിന്റെ ഒരു വർക്കൗട്ടിന്റെ ഒരു വീഡിയോ ഇട്ടും തന്നെ ഉള്ളൂ. പിന്നെ ഷോർട്സ് ആണ് ഇപ്പൊ കണ്ടിന്യൂ ആയിട്ട് ഇട്ടുകൊണ്ട് വരുന്നത്. ഈ ഷോർട്സിന്റെ കേസ് എന്താ വെച്ചാല്, ഷോർട്സ് വീഡിയോ നമ്മൾ ഇട്ടിട്ട് കാര്യമില്ല. അതായത് നമുക്ക് ഷോർട്സിന് കാര്യമായ റവന്യൂ വരൂല. മാത്രമല്ല നമ്മൾ പൊതുവെ മലയാളിക്ക് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ച് ആളുകൾക്ക് ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഐഡിയാസ് ഒന്നും അറിയില്ല. അതായത് എങ്ങനെയാണ് ഇതിന് വരുമാനം ഉണ്ടാക്കുക, ഇതെങ്ങനെയാണ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ കൃത്യമായിട്ട് പ്ലാൻ പലർക്കും 90% ആളുകൾക്ക് അറിയില്ല. ആളുകൾക്ക് അറിയുന്നത് യൂട്യൂബിൽ ആരോ സക്സസ് ആയി പൈസ പോലെ കിട്ടുന്നത് കണ്ടു, അവർ കാറ് വാങ്ങുന്നത് കണ്ടു, അതുകൊണ്ട് ഞാൻ യൂട്യൂബ് തുടങ്ങി എന്നുള്ള രൂപത്തിലാണ് ചെയ്യുന്നത്. അപ്പം ഇതിന് കൃത്യമായ ഒരു സ്ട്രാറ്റജീസ് ഒന്നും ആർക്കും അറിയില്ല. അതാണ് മെയിൻ പ്രശ്നം. അതാണ് ഷോർട്സ് മാത്രം ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഷോർട്സ് എങ്ങനെ ഉപയോഗിക്കണം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതില് പ്രധാനമായിട്ടും നമ്മൾ വീഡിയോയുടെ ലെങ്ത് എത്ര വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അപ്പൊ വീഡിയോയുടെ ലെങ്ത് എത്ര വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് യൂട്യൂബില് നോർമലി ഞാൻ ഒരുപാട് ആൾക്കാരെ വീഡിയോ കണ്ടിട്ടുണ്ട്. അവര് വീഡിയോ ഇടുന്നത് 1.5 മിനിറ്റ് 2 മിനിറ്റിനുള്ളിലുള്ള ടൈമിങ്ങിലാണ് വീഡിയോ ഇടുന്നത്. ഒരുപാട് ആൾക്കാരെ കണ്ടു. ഞാൻ കുറെ ആളുകൾക്ക് ചാനൽ ചെക്ക് ചെയ്യാൻ തന്നപ്പോ അവരുടെയൊക്കെ വീഡിയോസ് വരുന്നത് 1.5-2 മിനിറ്റ് ആണ്. പക്ഷെ ആക്ച്വലി ഇവിടെ എന്താ സംഭവിക്കാന്ന് പറഞ്ഞിട്ട്, ഒരാൾ 1.5 മിനിറ്റ് ഇടുന്നു, മറ്റൊരാൾ 30 മിനിറ്റ് ഇടുന്നു വിചാരിക്കും. ഈ 1.5 മിനിറ്റ് ഇടുന്നതും 30 മിനിറ്റ് ഇടുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞത്, 1.5 മിനിറ്റുള്ള വീഡിയോ ഫുള്ള് കണ്ടെന്ന് വിചാരിക്കും. 1.5 മിനിറ്റുള്ള വീഡിയോ ഒരാൾ ഫുള്ളായിട്ട് കണ്ടു. 30 മിനിറ്റ് ഉള്ളത് ഒരാൾ 10 മിനിറ്റ് കണ്ടുള്ളൂ. അപ്പൊ ഇതിൽ യൂട്യൂബിനെ സംബന്ധിച്ച് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അവർ കൊടുക്കുന്നത് 30 മിനിറ്റിലെ വീഡിയോക്കാണ്. കാരണം ഇവരുടെ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ ആളെ പിടിച്ച് ഇരുത്തിയത് ഈ 30 മിനിറ്റുള്ള വീഡിയോ ആണ്. അപ്പൊ അവര് എന്താ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ 30 മിനിറ്റുള്ള വീഡിയോയിലാണ് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ആ 1 മിനിറ്റിലെ വീഡിയോന് അത്ര അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യില്ല. അതിന് ഉദാഹരണം നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പൊ പുതിയ രീതിയിലുള്ള പോഡ്കാസ്റ്റുകൾ വരുന്നത്, ഈ പോഡ്കാസ്റ്റുകളൊക്കെ തന്നെ വരുന്നത് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിനടുത്താണ് പോഡ്കാസ്റ്റുകൾ വരുന്നത്. അത്രയും സമയമുള്ള വീഡിയോക്ക് കിട്ടുന്ന വ്യൂസ് 1.5 ലക്ഷം 2 ലക്ഷമാണ്. കണ്ടീഷൻ എനിക്കറിയില്ല. അപ്പൊ നമ്മള് ചിന്തിച്ചു വെച്ചിരിക്കുന്ന എല്ലാ തിയറിയും അവിടെ പൊളിയും. നമ്മൾ ശരിക്കും ആളുകൾക്ക് ഇഷ്ടമല്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് വീഡിയോ ലെങ്ത് കുറക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, അതിന് വാല്യൂ ഉണ്ടെങ്കിൽ ആൾക്കാർ കാണും. അപ്പൊ വീഡിയോ ലെങ്ത് വെറുതെ നമ്മളിങ്ങനെ കൂട്ടിയതിനെ കൊണ്ട് ആൾക്കാർ കാണുന്നില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് വീഡിയോ ലെങ്ത് കൂട്ടേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സ്ട്രാറ്റജീസ് അത് ഉപയോഗിക്കേണ്ടത്, അതാണ് നമുക്ക് അടുത്ത പറയാനുള്ളത്.
അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങൾ 1.5 മിനിറ്റ് 2 മിനിറ്റുള്ള വീഡിയോസ് ഇടുന്ന സമയത്ത് വീഡിയോസ് കയറി പോവുകയല്ല ചെയ്യുക. ആ വീഡിയോസ് ചിലപ്പോ ഡൗൺ ആവുകയാണ് ചെയ്യുക. ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ഒക്കെ കുറഞ്ഞിട്ട് വീഡിയോ ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. വീഡിയോ കാണുന്നുണ്ടല്ലോ. ഈ പോഡ്കാസ്റ്റ് ഒന്ന് പറയൂ. പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞുതരൂ. പോഡ്കാസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അത് ലാസ്റ്റ് പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമ്മള് ഒരു വീഡിയോ ഇട്ടു. നമ്മൾ വീഡിയോ ഇട്ട് 15 മിനിറ്റ് മുതൽ 20 മിനിറ്റുള്ള വീഡിയോ ഇട്ടു. ഈ വീഡിയോസ് പലപ്പോഴും ഫെയിൽ ആവാറുണ്ട്. ഫെയിൽ ആവാറുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരു കുറച്ച് കഴിയുമ്പോഴേക്ക് നമുക്ക് വ്യൂസ് ഒക്കെ ഡൗൺ ആയിട്ട് അത് ഫ്രീസ് ആവുന്ന അവസ്ഥയിലേക്ക് വരും. അതിന് പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഇട്ട വീഡിയോയില് എന്തില്ല, ആളുകളെ പിടിച്ചിരുത്താൻ മാത്രമല്ല റിട്ടൻഷൻ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. റിട്ടൻഷൻ ഇല്ലാത്തത് കൊണ്ടാണ്, ഓഡിയൻസ് റിട്ടൻഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളെ ചാനൽ ഡൗൺ ആയി വീഡിയോ ഡൗൺ ആയിട്ട് പോകുന്നത്. അപ്പൊ റിട്ടൻഷൻ എങ്ങനെ വരും, അതാണ് നമ്മൾ നോക്കേണ്ടത്. എങ്ങനെയാണ് റിട്ടൻഷൻ വരിക? പലപ്പോഴും ഇവിടെ സംഭവിക്കുന്ന കുറെ കാര്യമുണ്ട്. നമ്മളൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മുടെ ആ ഐഡിയന്റെ മുകളിൽ നമ്മൾ തന്നെ സൂപ്പർ ആണെന്ന് പറയുന്നു, നമ്മൾ വീഡിയോ എടുക്കുന്നു, നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. ഇതാണ് സംഭവിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഈ എങ്ങനെയാണ് നമ്മുടെ ഐഡിയ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുക, അതുപോലെ ഈ ഐഡിയാസ് വർക്ക് ആവൂലേ എന്തെങ്കിലും നോക്കാൻ പറ്റും. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത ക്ലാസ് ഷെയർ ചെയ്യാം. അവിടെ ഇന്ന് ഷെയർ ചെയ്യുന്ന ചിലപ്പോൾ ഒരുപാടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് എടുക്കാം. അപ്പൊ ഇത് മനസ്സിലായല്ലോ. റിട്ടൻഷൻ ആണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ഓഡിയൻസ് റിട്ടൻഷൻ എന്ന് പറയും. റിട്ടൻഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിരിക്കാൻ ഒരാൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല എന്നാണ്. അത് മാത്രമല്ല ഇതിന്റെ എത്ര നേരം കണ്ടിരിക്കുന്നു, അതാണ് റിട്ടൻഷൻ എന്ന് പറയുന്നത്. ആളുകൾ ഇങ്ങനെ അക്ഷമരായിട്ട് നോക്കിയിരിക്കുന്ന, ഇപ്പൊ ഹൊറർ മൂവീസിലും കാണുമ്പോൾ ഇങ്ങനെ ഇനി എന്ത് സംഭവിക്കും അത് നോക്കി നിൽക്കുന്നില്ലേ, അതാണ് റിട്ടൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു എൻഗേജ്മെന്റ്സ് അതിൽ വരുന്നത്. നമ്മുടെയൊക്കെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ വീഡിയോസ് പലപ്പോഴും ഫ്ലാറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ തുടങ്ങുന്നതും ഒരേ ഇമോഷനിലായിരിക്കും, അവസാനിക്കുന്നതും ഒരേ ഇമോഷനിലായിരിക്കും. അതിന്റെ ഇടയിൽ ഒരാൾക്ക് യാതൊരു വിധത്തിലുള്ള ഇമോഷണൽ കണക്ഷൻസ് ഒന്നും ഉണ്ടാവുന്നുണ്ടാവില്ല. അവർക്കൊരു പിന്നെ പെട്ടെന്നൊരു ഞെട്ടൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം ഉണ്ടാവുക, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം വരിക, അല്ലെങ്കിൽ എക്സൈറ്റഡ് ആവുക. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ വേരിയേഷൻസ് ഉണ്ടാവുന്നത്. പലത് നമ്മളെ പിന്നെ എന്താണ് ഡോപ്പമീൻ പോലെയുള്ള കുറെ ഇതുണ്ടല്ലോ, ആ സാധനമൊക്കെ എന്ത് ചെയ്യണം, നമ്മളെ ബോഡി നമ്മൾ വീഡിയോ കാണുന്ന ആളുകളിൽ ഇങ്ങനെ മാറി മറിഞ്ഞ് വരണം. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു ചാനലിൽ ഒരു വീഡിയോ സക്സസ് ആവുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള യാതൊരുവിധ പ്രവർത്തനങ്ങളും നമ്മുടെ വീഡിയോക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വീഡിയോന്റെ ഫെയിലിയർ. അപ്പൊ ഇത് മനസ്സിലാക്കാതെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ മുഴുവൻ സമയവും സബ് ചോദിക്കാനും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും രൂപത്തിലുള്ള വാച്ച് അവർ കൂട്ടാനും നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ കാണാനൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. എങ്ങനെയാണ് നമ്മുടെ വീഡിയോ ഫെയിൽ ആയിട്ടുള്ളത്, എന്താണ് ഫെയിലിയറിന് കാരണം എന്നുള്ളത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോന്റെ ആദ്യത്തെ 30 സെക്കൻഡാണ്. ആർക്കെങ്കിലും അറിയോ ഇത്? ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയോ? കേട്ടിട്ടുണ്ടോ? ആരും ഒരാൾ പറഞ്ഞാൽ മതി. ഇല്ല. അന്ന് ബ്രോ പറഞ്ഞു ഗ്രൂപ്പില് സബീർക്കയുടെ ഒരു വീഡിയോയില് 30 മിനിറ്റ് ആണ് ഏറ്റവും പ്രധാനം എന്നുള്ളത്, 30 മിനിറ്റ് 30 സെക്കൻഡ് ആണ് പ്രധാനം എന്നുള്ളത് പറഞ്ഞിരുന്നത്. ഒരു വീഡിയോ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് നമ്മൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് വിചാരിക്കും. നമ്മളൊരു വീഡിയോ ഉണ്ടാക്കുകയാണ്. അപ്പൊ വീഡിയോ ഉണ്ടാക്കുമ്പോൾ നോർമലി ഇപ്പോ കേരളത്തിലെ ഒരുവിധപ്പെട്ട ആളുകളൊക്കെ നമുക്കൊരു 80% ആളുകളെയും തന്നെ കൂട്ടാം. 80% ആളുകളും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാല് നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഫോർമാറ്റ് എന്താന്ന് വെച്ചാൽ ഇതാണ് ഫോർമാറ്റ്. ആദ്യം വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഇൻട്രോ ആനിമേഷൻ. എന്നോട് കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ഇൻട്രോ ആനിമേഷൻ ഒന്ന് പിന്നെ ചെയ്തു തരുമോ, ഒന്ന് ചെയ്യാൻ പഠിപ്പിച്ചു തരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും കിട്ടുമോ എന്നൊക്കെ. അപ്പൊ ഇതാണ് അതിന്റെ ഫോർമാറ്റ്. ആദ്യം ഇൻട്രോ ആനിമേഷൻ. ഈ ഇൻട്രോ ആനിമേഷൻ ഏകദേശം ഒരു 4 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് 10 സെക്കൻഡ് വരെ പോവാം ഇൻട്രോ ആനിമേഷൻ. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇൻട്രോ ആണ്. നേരത്തെ കണ്ടത് ആനിമേഷൻ ഇൻട്രോ ആണ്.
ഇനി കാണുന്നത് നമ്മുടെ ഇൻട്രോ ആണ്. നമ്മുടെ ഇൻട്രോയിൽ നമ്മൾ പറയുന്നത് ഇതാണ്: എല്ലാവർക്കും നമസ്കാരം, എന്റെ പേര് ഇങ്ങനെയാണ്, എന്റെ സ്ഥലം ഇന്ന സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും എന്റെ ചാനൽ സബ് ചെയ്യുക, എല്ലാവരും എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ പറയുക. അപ്പോൾ ഈ ഒരു സമയം, അതായത് നമ്മൾ ഇത്രയും പറയുന്ന സമയം ഏകദേശം മുന്നേ ഒക്കെ നമുക്ക് കൊറോണന്റെ ആ മുന്നേ ഒക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇൻട്രോ ആനിമേഷൻ ഇൻട്രോ ടൈമിങ് ഞാൻ ഏകദേശം ഒരു 1.5 മിനിറ്റ് വരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് കുറച്ചിട്ടുണ്ട്, എന്നാലും 1.5 മിനിറ്റ് കണ്ട വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് ആളിതൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിട്ട് തുടങ്ങാൻ വേണ്ടി. അപ്പൊ യൂട്യൂബിൽ റീസെന്റ് ആയിട്ട് പുറത്തുവിട്ട സ്റ്റഡീസിൽ പറയുന്നത്, പിന്നെ ആ ഒരു വീഡിയോ തുടങ്ങിയിട്ട് ആ വീഡിയോയുടെ 30 സെക്കൻഡ് ആണ് ആ വീഡിയോ സക്സസ് ആവോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന സമയം. ഒരാള് അത് കാണണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാനുള്ള സമയം 30 സെക്കൻഡ് ആണ്. അപ്പൊ നിങ്ങൾ ഇന്നിപ്പോ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസും നോക്കിക്കഴിഞ്ഞാൽ ഈ 30 സെക്കൻഡിൽ എത്ര സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ആദ്യം തന്നെ നോക്കുക. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഈ 30 സെക്കൻഡിൽ എത്ര സെക്കൻഡാണ് നിങ്ങൾ ഫസ്റ്റിൽ വേസ്റ്റ് ചെയ്തത്. ഒന്ന് ഇൻട്രോ ആനിമേഷൻ ഇട്ടിട്ട്, രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇൻട്രോ ഇട്ടിട്ട്, മൂന്നാമത് പിന്നെ സബ് ചോദിച്ചിട്ട് മറ്റൊക്കെ ആയിട്ട്. അപ്പൊ ഇതില് ഞാൻ എന്റെ വീഡിയോസിൽ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ച മനസ്സിലാവും, ഞാൻ ഇൻട്രോ ഇല്ലാതെയാണ് തുടങ്ങുന്നത്. ഇപ്പം സാപ്ഷോക്കിൽ മുഴുവൻ വീഡിയോസിലും ഞാൻ ഒരു തരത്തിലുള്ള ഇൻട്രോ ആനിമേഷൻസും ഒന്നുമില്ലാതെയാണ് തുടങ്ങുന്നത്. എന്നിട്ട് പോലും എന്റെ റിട്ടൻഷൻ, അതായത് ഞാൻ അത് കാണിച്ചുതരാം. റിട്ടൻഷൻ ഞാൻ കാണിച്ചുതരാം, വിട്ടുപോയിരുന്ന ആരും ഓർമ്മിച്ചോ. അതായത് റിട്ടൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ വീഡിയോ ഉണ്ട്, ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ്, ഒറ്റ സെക്കൻഡ്. ഇതാണ് ഓഡിയൻസ് റിട്ടൻഷൻ എന്ന് പറയുന്ന സംഭവം ഈ കാണുന്നത്. അപ്പൊ ഇതിൽ ഓഡിയൻസ് റിട്ടൻഷൻ പിന്നെ 24.3%. യഥാർത്ഥത്തിൽ ഈ 23.4% വളരെ കുറവാണ്. കാരണം ഇതിൽ കൂടുതൽ റിട്ടൻഷൻ എന്റെ വീഡിയോക്ക് വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്റെ വീഡിയോ ഒരു 25,000-30,000 മുകളിൽ ഷുവർ ആയിട്ടും ഉറപ്പാണ്. അപ്പൊ ഇതിൽ നമുക്ക് കാണാം, ആദ്യത്തെ ഈ ഒരു ഗ്രീൻ കളറിലുള്ള ബാർ കാണുന്നുണ്ടാവും നിങ്ങൾ എല്ലാവരും. ഗ്രീൻ കളർ ബാർ ഉണ്ട് ഇവിടെ, ഇതുണ്ടോ? ഈ ഗ്രീൻ കളർ ബാർ നോക്കാം, കാണുന്നുണ്ടല്ലോ എല്ലാവരും? ഗ്രീൻ കാണുന്നില്ലല്ലോ. റെഡ് ആണ്, ഞാൻ കടന്നു വാങ്ങിപ്പോയി. ആദ്യത്തേത് ഇവിടെ ബാർ കാണിക്കും, 20 സെക്കൻഡ് വരെ കാണുന്നുണ്ടോ? ഈ 20 സെക്കൻഡ് വരെ ഉള്ളത് ആണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത്. ഇപ്പൊ ഈ ഒരു ഗ്രാഫ് നോക്കാം, ഇതില് റിട്ടൻഷൻ ഇതാ ഈ കാണുന്ന റിട്ടൻഷനിൽ കുറഞ്ഞു വരുന്നുണ്ടോ? ഇവിടുന്ന് കുറഞ്ഞു വരുന്നുണ്ട്. അതായത് 66% നിൽക്കുന്നുണ്ട് ആദ്യം. ഈ 66 മുതൽ 70% ഒക്കെ നമുക്ക് ഓക്കെ ആണ്, വലിയ കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസിന്റെ റിട്ടൻഷൻ എടുത്ത് നോക്കാം, ഇതേപോലെ എടുത്തു നോക്കാം. അപ്പൊ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കൃത്യമായിട്ട് ഇത് എങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പൊ ഇതാ ഈ ഫസ്റ്റ് തന്നെ ഡ്രോപ്പ് ആവുന്നുണ്ടെങ്കിൽ ചില ആളുകളെ ഈ മുകളിൽ ഒറ്റ വീണ്ടും താഴോട്ടേക്ക് നേരെ താഴോട്ടേക്കായിരിക്കും വരിക, 33 വന്നു വീഴും. എന്നിട്ട് ഇത് ഇങ്ങനെ പോകും. അപ്പൊ അവസാനം എത്തുമ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഇതിപ്പോ എന്റെ ടെക് വീഡിയോ ആയതുകൊണ്ട്, പിന്നെ യൂട്യൂബ് ടിപ്സ് വീഡിയോ ആയതുകൊണ്ട് എന്റർടൈൻമെന്റ് പർപ്പസ് ഒന്നും അല്ലല്ലോ. അപ്പൊ ആളുകൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഭയങ്കര ആവേശമൊന്നും ഉണ്ടാവില്ല. അപ്പൊ കുറെ ആൾക്കാർ ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലെ ആൾക്കാരുടെ പകുതി ഉള്ളത് കേട്ടിട്ട് പിന്നെ കേൾക്കാന്ന് ഇരിക്കുന്നവരുണ്ടാവും, അങ്ങനെ ആൾക്കാർ ഇട്ടിട്ട് പോകും. അപ്പൊ ഈ സാധനമാണ് നമ്മൾ നോക്കേണ്ടത്, ഈ റിട്ടൻഷൻ. ഇത് നമുക്ക് ഈ ലൈൻ സ്ട്രെയിറ്റ് ഒക്കെ ആയ ആൾക്കാരുണ്ട്. ഇപ്പൊ എന്റെ ഏതൊരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള നമുക്ക് 33% മുകളിലൊക്കെ പോയിട്ടുള്ള റിട്ടൻഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ റിട്ടൻഷൻ വരുന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഷുവർ ആയിട്ടും വൈറലാവും, ഒരു സംശയം വേണ്ട, നല്ല രീതിയിൽ സക്സസ് ആവും ചെയ്യും. അപ്പൊ ഇതാണ് ഈ റിട്ടൻഷൻ പറയുന്നത്. ഇപ്പൊ എന്റെ 61% ഉണ്ട്. ഈ 61% അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിട്ടൻഷൻ ആണ് 30 സെക്കൻഡിൽ. അപ്പൊ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ 70-80 ആവാന്നുണ്ടെങ്കിൽ അത് നല്ല ഒരു ഹൈ റിട്ടൻഷൻ ആണ്. പക്ഷെ ഇതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാവും. കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ അവിടെ ഡൗൺ ആവും. അപ്പൊ ഈ റിട്ടൻഷന്റെ കാര്യം കൃത്യമായിട്ട് മനസ്സിലായല്ലോ എന്താന്നുള്ളത്? മനസ്സിലായി. ഓക്കെ. അപ്പൊ ഇതാണ് റിട്ടൻഷൻ എന്ന് പറയുന്നത്.
അപ്പൊ നമ്മൾ കളയുന്ന 30 സെക്കൻഡിന് ഇത്രയും വാല്യൂ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവില്ല. എന്തായിരുന്നു ആർക്കെങ്കിലും അറിയായിരുന്നു ഇത്രയും വാല്യൂ ഉള്ള സെക്കൻഡാണ് സമയം നമ്മൾ കളയുന്നത് എന്നുള്ളത്? ആർക്കെങ്കിലും അറിയായിരുന്നു? അപ്പൊ നമ്മള് ഓഡിയൻസിനെ ഗ്രാബ് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സമയമാണ് 30 സെക്കൻഡ് എന്ന് പറഞ്ഞു. പിന്നെ അവിടെയാണ് നമ്മുടെ എല്ലാം കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും വേസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം എവിടെയാണ്? ഏകദേശം ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ അവിടെ വേസ്റ്റ് ചെയ്തല്ലോ എന്റെ സമയം എന്നുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്തതിലേക്ക് വരാം. ഇത് നമ്മുടെ ഷസാമിന്റെ വീഡിയോ ആണ്. ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇത് യൂട്യൂബിൽ പുതുതായിട്ട് വന്ന ഒരു മെത്തേഡാണ്. ഈ പിന്നെ നമ്മളെ ഹോം സ്ക്രീനിൽ തന്നെ ഒരു വീഡിയോയുടെ താഴെ എഴുതി കാണിക്കുന്നുണ്ട് മലയാളത്തിൽ. അത് കൃത്യമായിട്ട് നമ്മൾ എന്താണോ പറയുന്നത് അത് കൃത്യമായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതും ഈ റിട്ടേൺഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതും റിട്ടേൺഷനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാല് നമ്മള് ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ഥലത്ത് എന്ത് ചെയ്യണം? ഈ പറയുന്ന എഴുതി കാണിക്കുന്ന 30 സെക്കൻഡിന്റെ അവിടെ നമ്മൾ പറയേണ്ട ഡയലോഗ് ആളുകള് വായിക്കേണ്ടതായിരിക്കണം. അതായത് ആളുകൾ പിന്നെ അവർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വീഡിയോ കാണാൻ പിന്നെ തോന്നുന്ന രീതിയിലെ ഡയലോഗ്സ് വേണം ഈ ആദ്യത്തെ കുറച്ച് സെക്കൻഡിൽ പറയാനുള്ളത്. ഇപ്പൊ ഇതിൽ കണ്ട ബാക്കിയുള്ളവർ കൊണ്ടുപോയി നോച്ച് കൊണ്ടുവന്നു എന്നൊക്കെ പറയാം. അപ്പൊ നമ്മൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ചിലപ്പോൾ കാണും. അപ്പൊ ഇതുപോലെ ഈ ഒരു പിന്നെ പുതിയ അപ്ഡേറ്റ് നമുക്ക് ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുന്ന രീതി നമ്മൾ പിന്നെ മനഃപൂർവ്വം എന്ത് ചെയ്യണം? ആദ്യത്തെ സെക്കൻഡുകളിൽ നമ്മൾ ആളുകളെ നമ്മുടെ വീഡിയോയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ഡയലോഗ്സ് വേണം പറയാം. അതൊന്നും പെട്ടെന്ന് പോസിബിൾ അല്ല. അപ്പൊ അത് നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മൾ പ്ലാൻ ചെയ്താൽ മാത്രമേ അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെയുള്ള ഓരോരോ പോയിന്റ് ബേസ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പൊ പ്ലാൻ ചെയ്താലേ നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരും പറയുന്നത് യൂട്യൂബ് എന്ന് പറയുന്നത് ഭാഗ്യം എല്ലാം. ആ യൂട്യൂബിൽ വരുന്ന ഭാഗ്യം ചിലപ്പോൾ നമുക്ക് അതിന് കാര്യം ഉണ്ടാവില്ല. കാരണം ഒരു ഭാഗ്യം വെച്ചാൽ എന്ത് കാര്യം? എല്ലാ ദിവസവും ഭാഗ്യം വരുന്നുണ്ട്. ഇപ്പൊ എന്റെ ബിജുവിന്റെ വീഡിയോ 1 ലക്ഷം ആയി. പക്ഷെ അതിൽ ഞാൻ അത്ര ഹാപ്പി ഒന്നല്ല. കാരണം അത് അവിടുന്ന് 1 ലക്ഷം ആവട്ടെ. എനിക്ക് അതിൽ ഡോളറും ഇല്ല. എനിക്ക് ഡോളർ വളരെ കുറവാണ്. ഞാൻ കാണിച്ചാൽ കുറച്ച് മിനിറ്റ് എത്ര ഡോളർ കിട്ടിയെന്നുള്ളത്. അപ്പം അങ്ങനെ ഭാഗ്യം കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. നമ്മൾ ഇതുപോലെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഓരോ വീഡിയോസും സക്സസ് ആവണം. ഇനിയാണ് ഇതിലെ പോയിന്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൂക്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഹൂക്ക്? ഹൂക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഹൂക്ക്. പക്ഷെ എങ്ങനെയാണ് നമ്മുടെ വീഡിയോയിൽ ഹൂക്ക് വരുന്നത്? നമ്മുടെ വീഡിയോയിൽ ഹൂക്ക് വരുന്നത് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്ന വാക്കുകളിലൂടെയാണ്, അല്ലെങ്കിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന കാര്യത്തിലൂടെയാണ്. പലപ്പോഴും നിങ്ങൾ പറയും ആ വീഡിയോയിൽ ഒരു തേങ്ങയല്ല, പക്ഷെ ഭയങ്കര വൈറലായി. പക്ഷെ അതിലെന്തെങ്കിലുമൊക്കെ ഒരു സസ്പെൻസോ എന്തെങ്കിലും ആൾക്കാർ കാണാൻ താല്പര്യമുള്ള വിഷയങ്ങളോ ഉണ്ടാവും. അപ്പൊ നമ്മളെ വീഡിയോയുടെ ഹൂക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതായത് നമ്മൾ വീഡിയോ തുടങ്ങിയിട്ട് ആദ്യം 30 സെക്കൻഡ് നമ്മൾ പ്ലാൻ ചെയ്തു, അവിടെ ഹൂക്ക് ഇട്ടു. പിന്നെ കുറച്ച് 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പറയാണ് നമ്മൾ നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം. എന്റെ വീടിന്റെ ഉള്ളിലുള്ളത്, റൂമിന്റെ ഉള്ളിലുള്ളത്, അവിടെ ഒരു കിടന്ന സംഭവം ഉണ്ടെന്ന് പറയുമ്പം ആളുകൾ എല്ലാവരും തന്നെ നമ്മൾ ആ റൂമിലേക്ക് പോകുന്ന സമയം വരെ അത് നോക്കിയിരിക്കും. അങ്ങനെ ആ സാധനം അവിടെ എത്തി നമ്മൾ കാണിച്ചു കൊടുത്തു. അതിലെന്തെങ്കിലും ഒരു വാല്യൂ ഉള്ള സാധനം ആയിരിക്കാം. പിന്നെ നമ്മൾ പറയാണ് ഈ സാധനം എടുത്തിട്ട് നമ്മുടെ അനിയത്തിനെ ഒന്ന് കാണിച്ചു കൊടുക്കുക, അവരുടെ എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാന്ന് പറയാം. അപ്പൊ ആളുകൾ എന്ത് ചെയ്യും? വീണ്ടും ആ ഹൂക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അങ്ങനെ അതിലേക്ക് വരും. പിന്നെ 3rd ഹൂക്ക്, 4th ഹൂക്ക്, 5th ഹൂക്ക്, ഇങ്ങനെ ഒരു ടൈമെന്ന് മറ്റൊരു ടൈമിൽ ഹൂക്ക് ഇട്ടിട്ടാണ് ആളുകൾ കൊണ്ടുപോകേണ്ടത്. പിന്നെ എന്റെ ചാനലിൽ വേറെ കാര്യം എന്താ വെച്ചാൽ, എന്റെ ചാനലിൽ ഞാൻ ഹൂക്സ് പലപ്പോഴും ചിലപ്പോൾ ഉപയോഗിക്കില്ല. കാരണം ഞാൻ ഇൻസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ നിന്നിട്ട് എന്നാലും എന്റെ മനസ്സിൽ തോന്നുന്നത് പറയുന്ന സമയമൊക്കെ ഉണ്ട്. അപ്പൊ അതിന് എന്നാലും ഞാൻ പ്ലാൻഡ് ഒന്നല്ല. പക്ഷെ പ്ലാൻഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കൃത്യമായിട്ട് ഹൂക്സ് ഇടണം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ നല്ല രീതിയിൽ ചേഞ്ചസ് കാണാൻ പറ്റും. അപ്പൊ ഈ വീഡിയോയിൽ ഈ ചേഞ്ച്, ആളുകൾ എൻഗേജ് ആവുന്ന ചേഞ്ച് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വീഡിയോ പിന്നെ വ്യൂസ് വരാൻ പറ്റും. അപ്പൊ ഈ ഹൂക്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ വിഷയമാണ്. അപ്പൊ നിങ്ങൾ ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ പറ്റിയ എല്ലാവർക്കും തന്നെ അയച്ചുതരാം. അപ്പൊ അതിൽ പിന്നെ അതിന്റെ ഇടയിൽ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ എടുക്കാൻ നിൽക്കണമെന്നില്ല. പിന്നെ ചിലപ്പോൾ ഇത് പറയുന്നത് മിസ്സാവും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി പറയാനുള്ളത് കീ സ്ട്രാറ്റജീസ് ഫോർ എൻ എൻഗേജിങ് ഓപ്പണിംഗ്. എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക? അതാ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു നിങ്ങളോട്.
പിന്നെ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഈ ഒരു സമയത്ത് ഉപയോഗിക്കേണ്ടത്. അതിന്റെ കുറച്ച് സംഭവങ്ങളാണ്. അറ്റൻഷൻ ഗ്രാബിംഗ് സ്റ്റേറ്റ്മെന്റ് ഓർ ക്വസ്റ്റ്യൻ. അറ്റൻഷൻ ഗ്രാബിംഗ് സ്റ്റേറ്റ്മെന്റ് ഓർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു വാക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചോദ്യം മണിക്കൂറിൽ ലഭിക്കാൻ ഞാനൊരു ടിപ്സ് പറഞ്ഞു തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ചില ആളുകൾ പിന്നെ എന്ത് ചെയ്യും, അത് എന്താണെന്ന് അറിയാമെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം, നമ്മുടെ വീഡിയോസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് പൊതുവെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ആ മൈക്കൊന്ന് ഓണാക്കി അല്ലെങ്കിൽ ഓണാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പൊ പൊതുവെ നമ്മുടെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളെ പ്രശ്നം എന്താ അറിയുന്നത്, നമ്മൾ ആളുകൾക്ക് കമന്റ് ഇടാൻ വേണ്ടിയിട്ടൊന്നും അവസരം കൊടുക്കുന്നില്ല. നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോവാണ്. അപ്പോ ആളുകൾക്ക് കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം, അവരോട് ചോദ്യങ്ങൾ ചോദിക്കണം, അല്ലെങ്കിൽ അവർക്ക് കമന്റ് ഇടാനുള്ള അവസരങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കൽ എങ്ങനെയാണ്, നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കുക? ഞാൻ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ പറഞ്ഞു, നിങ്ങൾ എത്ര പേര് കേട്ടെന്ന് എനിക്ക് അറിയില്ല. ഇപ്പം നമ്മളൊരു കടപ്പുറം പോയതാണെന്ന് വിചാരിക്കാം. ഒരു കടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പറയാം, ഇങ്ങനെയാണ് ഇത് എന്റെ നാട്ടിലുള്ള കടപ്പുറമാണ്, നിങ്ങളൊക്കെ വീടിന്റെ അടുത്ത് ഇങ്ങനെ കടപ്പുറം ഉണ്ടോ, അതിന്റെ പേരെന്താണ് എന്നൊന്ന് പറയൂ എന്ന് പറയുമ്പോൾ പല ആളുകളും അത് പറയും. അപ്പൊ അങ്ങനെ ആളുകളുമായിട്ട് കണക്ട് ചെയ്ത് കൊണ്ട് പോകണം. ഈ കണക്ട് ചെയ്ത് ഇല്ലെങ്കിലാണ് പലപ്പോഴും നമ്മുടെ ചാനൽ ഫെയിൽ ആവുന്നത്. അപ്പൊ ഇവിടെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് പിന്നെ നമ്മൾ സാധാരണ ആളുകളുടെ ചാനലിനെ കുറിച്ചിട്ടാണ്. അതായത് ഒരു ബിസിനസ്സുകാരന്റെ ചാനൽ പോലെയല്ല സാധാരണ ആളുകളുടെ ചാനൽ. ഒരു ബിസിനസ് ബേസ് ആയിട്ടുള്ള ചാനലിലേക്ക് റൺ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെ സംസാര രീതിയും അവരുടെ ശൈലിയൊക്കെ വേറെ ആയിരിക്കും. അവരുടെ ടാർഗറ്റ് ഓഡിയൻസും അതുപോലെയുള്ള വലിയ ബിസിനസ്സുകാരായിരിക്കും. അപ്പൊ അവരോട് അവര് കോണ്ടാക്ട് ചെയ്യുന്ന രീതിയും അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന രീതി വ്യത്യാസം ഉണ്ടാവും. പക്ഷെ സംഭവങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ അവരവരുടെ ടോപ്പിക്കിനനുസരിച്ച് ഉണ്ടാവും. അത് പിന്നെ നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് ഏത് രൂപത്തിലാണ് നമുക്കത് പറയേണ്ടത് എന്നുള്ളത്. ഇനി ഞാൻ പറഞ്ഞു, അറ്റൻഷൻ ഗ്രാബിംഗ് സ്റ്റേറ്റ്മെന്റ് ഓർ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ആദ്യം എന്നുള്ളത് 30 സെക്കൻഡിൽ. ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിയേറ്റ് ക്യൂരിയോസിറ്റി. ഈ വീഡിയോയുടെ അവസാനം എക്സ്പെർട്ടായ ആളുകൾ പറയാത്ത രഹസ്യമുണ്ട്. ഇതുപോലെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് പലപ്പോഴും നമ്മൾ കാണും. ഈ വീഡിയോയുടെ അവസാനം ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്ന സംഭവം നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ ഇത് എപ്പോഴും വർക്ക്ഔട്ട് ആവണമെന്നൊന്നുമില്ല. നമ്മൾ പറയുന്ന അവതാരകന്റെ കയ്യിലിരിക്കും. പ്രത്യേകിച്ച് മലയാളികളുടെ സ്വഭാവം തന്നെ, ഇങ്ങനെ പറഞ്ഞ മലയാളം നേരെ ഓപ്പോസിറ്റ്, എനിക്ക് സൗകര്യമില്ല, എന്റെ വീഡിയോ ഫുള്ള് കാണാനുള്ള അടവില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ വരെ ഉണ്ടാവുമെങ്കിലും ചില ആൾക്കാർ നിഷ്കളങ്കന്മാരായ ആൾക്കാരുണ്ടാവും. അപ്പൊ അവരെന്തായാലും മറുപടി തരും. അങ്ങനെ വിഷയമൊന്നുമല്ല, അവരത് ആ ഒരു ലെവലിൽ എടുക്കുള്ളൂ. അങ്ങനെയുള്ളവരെ കൊണ്ട് നമുക്ക് ആവശ്യം ഉണ്ടാവും. പിന്നെ നമ്മൾ വീഡിയോ കാണാനും നമ്മളുമായിട്ട് നല്ല രീതിയിൽ ഒരു സൗഹൃദം സ്ഥാപിക്കാനൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ പേര്. മറ്റുള്ളവർ പിന്നെ ആ ഒരു മെന്റാലിറ്റി നിൽക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നോക്കണ്ട, കുറച്ച് ആളുകളെങ്കിലും നമ്മളുമായിട്ട് എൻഗേജ് ചെയ്തിട്ട് നമ്മളെ കൂടെ വരും. ഇതിപ്പോ ഞാൻ മലയാളം തിരക്കായതുകൊണ്ട് മലയാളം എഴുതിയില്ല. റിവ്യൂ ദി വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എന്തെങ്കിലും എഡ്യൂക്കേഷൻ പർപ്പസ് ഉള്ളതാണെന്നെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത് അത് ക്ലിയർ ആയിട്ട് പിന്നെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് നമ്മൾ ഇന്ന ടോപ്പിക്കുകളാണ് പറയുന്നത്, ഇന്ന വിഷയങ്ങളാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കുക ആദ്യം. പിന്നെ ചെയ്യാൻ പറ്റുന്ന വിഷയം, നമ്മൾ ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്ന ആൾക്കാർ, ലോങ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്ന ആളുകൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആദ്യത്തെ 30 സെക്കൻഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ 30 സെക്കൻഡിലേക്ക് ആ വീഡിയോന്റെ പല ഭാഗങ്ങളിൽ നിന്ന് എടുത്ത ക്ലിപ്സുകൾ, ചെറിയ ചെറിയ പോർഷൻസ് എല്ലാം ജോയിൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ആദ്യത്തെ ഭാഗത്ത് ആദ്യത്തെ 30 സെക്കൻഡിൽ അത് കൊണ്ടിടും. അപ്പൊ ആളുകൾ കാണുന്നത് തന്നെ ഈ പല സംഭവങ്ങളാണ് അവർ കാണുന്നത്. അപ്പൊ അവർ എന്ത് ചെയ്യും, അത് വന്നിട്ട് നോക്കും. അപ്പൊ ഇങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്ക് 1.5 ലക്ഷം ആണെന്ന് തോന്നുന്നു, 1.5 ആണോ 1.3 ആണെന്ന് പറയില്ല, 1.3 ലാക്സ് വ്യൂസ് വന്നിട്ടുണ്ട് ആ ഒറ്റ വീഡിയോക്ക്. അതോടുകൂടി എന്റെ മറ്റൊരു ചാനൽ മോണിറ്റൈസേഷൻ ആയത് അങ്ങനെയാണ്. അപ്പൊ ഓരോ ചാനലും ഞാൻ ഇതുപോലെ എന്തെങ്കിലും ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് മോണിറ്റൈസേഷൻ ആക്കുന്നത്. അങ്ങനെ കള്ളത്തിലൊന്നല്ല, ജെന്യുവൻ ആയിട്ടുള്ള ട്രിക്സ് തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ. അപ്പൊ ഇതും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഷോ ഡോണ്ട് ടെൽ, അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിക്കുക, അവരോട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ പിന്നെ ജസ്റ്റ് എന്താ ഈ ഒരു സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് അതിനെ കുറിച്ച് പറയും.
ആ രൂപത്തിൽ നമുക്ക് ഇതിനെ റിട്ടൻഷൻ അല്ല നമ്മൾ ഈ 36 സെക്കൻഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ റിലേറ്റബിലിറ്റി കണക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ ആളുകളായിട്ട് നമ്മൾ സംസാരിച്ച് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് പോകുമ്പോൾ അവർ ബാക്കി നമ്മുടെ കൂടെ വന്നോളും. ഇനി മെയിൻറ്റെയിൻ എനർജി ആൻഡ് പേസ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം ഞാൻ പറയോ ഇത് ഫസ്റ്റ് പറഞ്ഞ ഈ റിലേറ്റബിലിറ്റിക്ക് തൊട്ട് മുമ്പായിട്ട് പറഞ്ഞ ഷോ ഡോണ്ട് ടെൽ ടെല്ല് എന്ന് പറഞ്ഞാല് പിന്നെ നമ്മൾ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഗുരുവായൂര് പിന്നെ ആനയുടെ കാണാൻ പോയി എന്ന് വിചാരിക്കാം. അപ്പൊ ആനയെ കാണാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാ ഈ ആനയുടെ എന്തെങ്കിലുമൊക്കെ ഈ ചില സമയത്ത് ഈ ആന തുമ്പിക്കൈ കൊണ്ട് വെള്ളം ചീറ്റുന്നത് അങ്ങനത്തെ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ കാണിച്ചു കൊടുക്കുക. അതിനെക്കുറിച്ച് നമ്മൾ അധികം വിശദീകരിക്കണം എന്നില്ല. ഇനി നമുക്കത് കാണാൻ പോവാന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ആളുകൾ എന്ത് ചെയ്യും, അത് കാണാൻ വരും. അപ്പൊ ഇത് എന്താ വെച്ചാൽ ഓരോ ടോപ്പിക്കിനനുസരിച്ചിട്ട് ഈ സാധനം മാറും. ഓരോരോ ആളുടെ വിഷയത്തിനനുസരിച്ചിട്ട് ഇത് ഉപയോഗിക്കുന്ന രീതി മാറും. എല്ലാവർക്കും ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് ഏതാണ് ഉപയോഗിക്കാൻ പറ്റുക എന്ന് നിങ്ങൾ കുത്തിയിരുന്ന് ആലോചിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. ഈ മെയിൻറ്റെയിൻ എനർജി ആൻഡ് പേസ് ആണ് ലാസ്റ്റ് പറഞ്ഞത്. പക്ഷെ അത് നിങ്ങൾ ഭയങ്കര ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്റെ വലിയ പ്രശ്നമാണ്. എന്റെ വലിയ പ്രശ്നം വെച്ചാൽ ഞാൻ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഭയങ്കര ആവശ്യമായിരിക്കും. എല്ലാവർക്കും നമസ്കാരം, നമ്മൾ അങ്ങനെയാണെങ്കിൽ കുറെ കഴിയുമ്പോൾ പിന്നെ ഒരു എനർജി ഉണ്ടാവില്ല, ഒരു സംഭവം ഉണ്ടാവില്ല. ഞാൻ ഇങ്ങനെ എന്നിട്ട് പിന്നെ അത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോകും. അപ്പൊ ഇത് ആണ് എന്റെ മെയിൻ പ്രശ്നം ഉണ്ടായത്. അപ്പൊ ഞാനത് ഒരു പ്രാവശ്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോ പിന്നീട് ഈ നമ്മളിപ്പോ സാഫ് സ്റ്റോക്ക് തുടങ്ങിയ ശേഷം 1-2 വീഡിയോസ് ഒക്കെ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാല് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാല് പിന്നെ ഇതിപ്പോ റെക്കോർഡ് ചെയ്യണ വേണ്ടി രണ്ടാമത് ചെയ്യണമെന്നുള്ള ആലോചനയിലായിരുന്നു. പക്ഷെ നമ്മളതിന് ചാൻസ് ഞാൻ കൊടുത്തില്ല, ഡിലീറ്റ് ചെയ്താൽ പിന്നെ വീണ്ടും റെക്കോർഡ് ചെയ്താലല്ലേ വഴിയുള്ളൂ. അപ്പൊ അതെന്ത് ചെയ്തു, ഞാൻ വീണ്ടും റെക്കോർഡ് ചെയ്തു. അപ്പൊ ഞാൻ തന്നെ എനിക്ക് ഇതുപോലെ ശിക്ഷ കൊടുക്കുന്നതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഞാൻ എന്ത് ചെയ്യില്ല, ഈ എനർജി പോവാതെ തന്നെ നോക്കിക്കോളും. കാരണം എനർജി പോയാൽ ഞാൻ ഡിലീറ്റ് ആക്കും. അതുകൊണ്ട് അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള കുറച്ച് ട്രിക്സുകളൊക്കെ ഉപയോഗിക്കാം. നമ്മൾ വീഡിയോന്റെ എൻഡ് വരെ അത്യാവശ്യം എനർജി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ത്രൂ ഔട്ട് റെക്കോർഡ് ചെയ്യണ്ട. ഞാൻ പണ്ട് ചെയ്ത അങ്ങനെയാണ്. ത്രൂ ഔട്ട് നിങ്ങളെ റെക്കോർഡ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആദ്യം കുറച്ച് സമയം റെക്കോർഡ് ചെയ്യാം, പിന്നെ നിർത്താം, പിന്നെ വീണ്ടും ചെയ്യാം, പിന്നെ നിർത്താം. അങ്ങനെയൊക്കെ നിർത്തി ചെയ്യണം മതി. ത്രൂ ഔട്ട് റെക്കോർഡ് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. ചില ആളുകളെങ്കിലും എനിക്ക് തോന്നുന്നു ഫുള്ളായിട്ട് ഒറ്റയടിക്ക് റെക്കോർഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതിപ്പോ എന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അവര് നമുക്ക് പിന്നെ വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ച് ടെക് ചെയ്യുന്ന ആൾക്കാർക്ക് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. ഡു യു വാണ്ട് മാസ്റ്റർ വീഡിയോ എഡിറ്റിംഗ് ഇൻ 10 minutes? 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ മാസ്റ്റർ ആവണം. അപ്പൊ ഞാൻ ഇന്നത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഫോട്ടേജ് ഇൻ സിനിമാറ്റിക് മാസ്റ്റർ പീസ്, സിനിമാറ്റിക് ആയിട്ട് എങ്ങനെയാണ് വീഡിയോ 10 മിനിറ്റ് കൊണ്ട് ചെയ്യാം എന്ന് ഞാൻ ഇത് കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ ആളുകൾ ചിലപ്പോൾ അത് കാണാൻ വേണ്ടി അവസാനം വരെ നിൽക്കും. അപ്പൊ ഈ ഇതേപോലെ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് കിട്ടും. നമുക്ക് ChatGPT നിന്ന് കിട്ടും. ഞാൻ ChatGPT എടുത്തതാണ്. അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ വീഡിയോക്ക് അനുസരിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇതുപോലെയുള്ള സംഭവങ്ങൾ വേണമെങ്കിൽ ChatGPT പറഞ്ഞാൽ മതി, അത് ചെയ്തു തരും. അതൊന്നും പ്രശ്നമല്ല. ഇത് ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് ചാനലിന്റെ ആണ്. ഐ ട്രൈ ടു വേക്ക് അപ്പ് അറ്റ് 5 AM എവറി ഡേ. അതായത് ഞാൻ എല്ലാ ദിവസവും 5 മണിക്ക് എണീക്കാൻ ശ്രമിച്ചു. പിന്നെ അത് എനിക്ക് എന്താണ് റിസൾട്ട് ഉണ്ടാക്കിയതെന്ന് കാണിച്ചു തരാം, നിങ്ങളോട് പറയാം എന്നൊക്കെ പറയാം. അതായത് ഞാൻ എല്ലാ ദിവസവും പിന്നെ രാവിലെ 5 മണിക്ക് എണീച്ചു, പിന്നെ ഇത് ഇന്ന കാര്യങ്ങൾ ചെയ്ത ശേഷം എനിക്കുണ്ടായ റിസൾട്ട് കണ്ടത് ഞെട്ടും എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ ഇത് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ ഇന്ന് ഒരാളുടെ വീഡിയോ ഉണ്ട്. അവര് ചെയ്ത വീഡിയോ ഇതാണ്, പ്രഗ്നൻസിക്ക് ശേഷം എന്റെ വെയിറ്റ് കുറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതിന് 21 ലക്ഷം വ്യൂ ആണ്. 21 ലക്ഷം വ്യൂ ആണ് പിന്നെ വന്നിട്ടുണ്ട്. ഇനി എല്ലാവരുടെയും വിവാദമായ വിഷയം വീഡിയോ ഷെയറിങ്, ലിങ്ക് ഷെയറിങ് എന്നുണ്ട്. അപ്പൊ ഇനി ചോദ്യം ഇതാണ്, ലിങ്ക് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പൊ ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മള് വൈറ്റി സ്റ്റുഡിയോ എടുത്തിട്ട് തന്നെ പറഞ്ഞുതരാം. ഈ ഇംപ്രഷൻസ് കണ്ടോ, ഇംപ്രഷൻസ് പറയുന്നത് നമ്മുടെ വീഡിയോ എത്ര പേരിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഇംപ്രഷൻസ്. നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തത് ആദ്യത്തെ നിമിഷം തന്നെ പലരും ചെയ്യുന്നത് ലിങ്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്.
അപ്പൊ ലിങ്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇംപ്രഷൻസ് എത്രയായി എന്നുള്ളത് നോക്കാതെ. അപ്പൊ ഇംപ്രഷൻസ് 0 അല്ലെങ്കിൽ 10, 20 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കുറച്ച് ക്ഷമിക്കുക. കാരണം അപ്പൊ തന്നെ ലിങ്ക് ഷെയർ ചെയ്യണ്ട, കുറച്ചൊന്ന് ക്ഷമിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഇംപ്രഷൻസ് കൂടി വരുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ ലിങ്ക് ഷെയർ ചെയ്തോളൂ. അതിനെക്കൊണ്ട് വേറെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണും എന്ന് തോന്നുന്ന 10 15 ആൾക്കാർക്ക് മാത്രം, പേഴ്സണൽ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന ആളുകൾക്ക് മാത്രം അയച്ചാലും കുഴപ്പമില്ല. അതിനെ കൊണ്ട് മാത്രം നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുള്ളൂ. നിങ്ങൾ അങ്ങനെ ലിങ്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് എന്താവും, നിങ്ങൾക്ക് പിന്നെ ആ ആളുകൾ കണ്ടാൽ ആ കാണുന്നതിലുള്ള ബെനിഫിറ്റ് കിട്ടും. അതായത് വീഡിയോ റീച്ചിലേക്ക് പോകും. പക്ഷെ അവര് ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് മനസ്സിലാക്കുക, ആരൊക്കെയോ വന്ന് കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടപ്പെടുന്നില്ല, അവർ തിരിച്ചു പോകുന്നു എന്നുള്ള രൂപത്തിലാണ് മനസ്സിലാക്കുക. പിന്നെ ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. പിന്നെ ഇതുണ്ട്, ടോപ്പ് സോഴ്സസ് ആണ്. അപ്പൊ എന്റെ ഇതില് ടോപ്പ് സോഴ്സസ് എന്ന് പറയുന്ന ബ്രൗസ് ഫീച്ചർ ആണ്. ബ്രൗസ് ഫീച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ യൂട്യൂബിന്റെ ഹോം സ്ക്രീനിൽ കാണുന്നതും സൈഡിൽ ചെറുതായിട്ട് കാണുന്നതും ഇതൊക്കെ കൂടിയിട്ടാണ് ബ്രൗസ് ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോ എന്റെ ഒരു വീഡിയോ ബ്രൗസ് ഫീച്ചർ എന്ന് പറയുന്നത് 20 കാണിക്കുവാണെങ്കിൽ 30 കാണിക്കാന്നുണ്ടെങ്കിൽ ഒരു 30 പേരുടെ ഹോം സ്ക്രീനിൽ എന്റെ വീഡിയോ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യവും അത്രയും ആളുകളിലേക്ക് എത്തും. അപ്പൊ അങ്ങനെ കണ്ടിട്ട് വരുന്ന ആളുകളുടെ എണ്ണമാണ് കൂടുതലെങ്കിൽ നമ്മുടെ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സക്സസ് ആവും എന്ന് പ്രതീക്ഷിക്കാം. അതായത് 1 or 2 മാസം കൊണ്ടെങ്കിലും നമ്മൾ സക്സസിലേക്ക് എത്തുന്നില്ലെങ്കിൽ നമ്മുടെ എവിടെയോ പ്രശ്നമുണ്ട്. ഈ അനലറ്റിക്സ് വെച്ചിട്ടാണ് നമ്മൾ മുഴുവൻ കളിയും കളിക്കുന്നത്. വേറെ ഒന്നിലേക്ക് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ അനലറ്റിക്സിലാണ് മൊത്തം കളി. അപ്പൊ നിങ്ങൾ ബ്രൗസ് ഫീച്ചറിൽ എന്റെ കണ്ടോ 6400 വന്നിട്ടുണ്ട്. സജസ്റ്റഡ് വീഡിയോ 2000, ചാനൽ പേജ് 500. ചാനൽ പേജ് എന്ന് പറയുന്നത് ലിങ്ക് ഷെയർ ചെയ്യുന്നതാണ്. അല്ല, ഇത് ചാനലിന്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നതൊക്കെ പിന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് വരുന്നത്, പ്ലേ ലിസ്റ്റ് വഴി വരുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഈ വീഡിയോ ആളുകൾ കാണുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സംഭവം കൂടി വരും, എക്സ്റ്റേണൽ ലിങ്ക് എന്ന് പറഞ്ഞിട്ട്, എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഒന്നും തന്നെ ഇല്ല. അപ്പൊ എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ കാണിക്കും. ഇപ്പൊ എക്സ്റ്റേണൽ സോഴ്സിൽ കൂടെ നമ്മളെ വീഡിയോസിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് നിങ്ങൾ നോക്കുക, എക്സ്റ്റേണൽ സോഴ്സ് ആണോ നോക്കുക. എക്സ്റ്റേണൽ സോഴ്സ് ആണ് ഏറ്റവും കൂടുതലെങ്കിൽ ആ ചാനലിന് റീച്ച് കുറയാൻ സാധ്യതയുണ്ട്. പക്ഷെ 100% സാധ്യത ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, സാധ്യതയുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, കാരണം യൂട്യൂബ് പിന്നെ നമ്മളിപ്പോ ഉദാഹരണത്തിന്, ഞാൻ സിമ്പിൾ ആയിട്ട് ഉദാഹരണത്തിന് പറഞ്ഞാല്, നമ്മൾ ഒരാളെ ഒരു സാധനം വിൽക്കാൻ ഏൽപ്പിച്ചു. അയാളത് വിറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരു വഴിയിലൂടെ വേറെ ആളെ വെച്ചിട്ട് മുഴുവൻ വിറ്റുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും, എന്നാ നീ ഇതും കൂടി നീ വിറ്റോന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ട് തരും. ആ രൂപത്തിൽ യൂട്യൂബ് എന്ത് ചെയ്യും, യൂട്യൂബ് ഇവിടുന്ന് ഇംപ്രഷൻ അയച്ചും മറ്റൊക്കെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് വരുമ്പോൾ നമ്മളൊരു വഴിക്കൂടി ഇങ്ങനെ എക്സ്റ്റേണൽ ആയിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില സമയത്ത് അത് റീച്ച് കുറയും. കാരണം ബിസിനസ് അഡ്വർടൈസ്മെന്റ് വേണ്ടിയിട്ട്, അതായത് പരസ്യത്തിന് വേണ്ടിയിട്ട് മെഷീനറീസിന്റെയും അതുപോലെ പ്രൊഡക്ട്സിന്റെയും പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, അവർക്ക് റവന്യൂ എന്നല്ല അവരുടെ ലക്ഷ്യം. അവർ ഈ വീഡിയോ ഇട്ട ശേഷം ലിങ്ക് എടുത്തിട്ട് അവരെ കൊണ്ട് പറ്റുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളിലും വെബ്സൈറ്റുകളിലൊക്കെ എംബഡൊക്കെ ചെയ്തിട്ട് കൊടുക്കും. അതുപോലെ ആളുകൾക്ക് അയച്ചു കൊടുക്കും. അപ്പൊ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് അവരാവശ്യം അതാണ്, ക്ലയന്റ് കാണാം, എന്നിട്ട് പർച്ചേസ് ചെയ്യാം. അവർക്ക് ഇതിപ്പോ ഇതിൽ 10,000 രൂപ കിട്ടിയിട്ട് വേണ്ട അവർക്ക്. കാരണം ഒറ്റ മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 ലക്ഷം 2 ലക്ഷം ഡീലായിരിക്കും കിട്ടുക. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് ബിസിനസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ് അത് പോവുക. ഇതേ രീതിയിലാണ് നമ്മൾ പരസ്യം ചെയ്യുമ്പോൾ, അതായത് യൂട്യൂബിന്റെ ഇത് പരസ്യം ചെയ്യുമ്പോൾ ആഡ്സ് ഒക്കെ വെച്ച്, ഗൂഗിൾ ആഡ്സ് ഒക്കെ വെച്ച് പരസ്യം ചെയ്യുമ്പോൾ പോകും. അപ്പൊ ആ സമയത്തും പ്രശ്നം വരും, എന്താ വെച്ചാൽ ഈ ആൾക്കാർ ഇത് കണ്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോ റീസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ലിങ്ക് ഷെയർ ചെയ്യുന്നതിന്റെ പ്രശ്നമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്യാം, ലിങ്ക് തീരെ ഷെയർ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. ലിങ്ക് ഷെയർ ചെയ്യാം. പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങിയ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വീഡിയോന്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തേക്ക്, കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ 3 വീഡിയോസ് 4 വീഡിയോസിൽ നിങ്ങൾക്ക് വലിയ വ്യൂസിന് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ കണ്ടന്റ് പ്ലാൻ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. നിങ്ങളുടെ അടിപൊളി ടോപ്പിക്കുകൾ ആദ്യം തന്നെ ചെയ്യണമെന്നില്ല. ഒരു വീഡിയോ ചെയ്തിട്ട് രണ്ടാമത്തെ വീഡിയോ ചെയ്താൽ മതി. അപ്പൊ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കുറച്ച് പേർക്ക് അയച്ചു കൊടുത്തൊരു 100 സബ്ബൊക്കെ ആക്കി എടുത്ത ശേഷം അടുത്ത വീഡിയോ ഇട്ടാൽ മതി. അപ്പൊ അത് കുറച്ച് കയറിപ്പോകും. അപ്പൊ ഇതിനുള്ള സൊല്യൂഷൻ ആണ് നമ്മുടെ കൊറിയ ലിങ്ക്. കൊറിയ ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെയാണ് വരിക, യൂട്യൂബ് സെർച്ചിലാണ് വരിക, കൊറിയ ലിങ്ക് വഴി പോകുന്ന വീഡിയോസ്.
ഈ സെർച്ചിലാണ് നമുക്ക് കിട്ടുക. അപ്പൊ അതുകൊണ്ടിട്ടാണ് നമ്മൾ കൊറിയർ ലിങ്ക് വഴി ഷെയർ ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ ആദ്യം സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോസ് ഒന്നും കൊറിയർ ലിങ്കിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. കൊറിയർ ലിങ്കിൽ അന്നേരം ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ചാനൽ എത്തിയിട്ടുണ്ടാവില്ല, സെർച്ചിൽ കിട്ടുന്ന രൂപത്തിലേക്കൊന്നും എത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ അത് കിട്ടൂല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ലിങ്ക് ഷെയർ ചെയ്യാൻ നോക്കേണ്ടത്. ഇപ്പൊ ലിങ്ക് ഷെയർ ചെയ്തോടാന്നല്ല, ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് ഒക്കെ വേണം ചെയ്യാൻ വേണ്ടിട്ട്. അല്ലാതെ ഏത് ചാനൽ എന്താണ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കണ്ടാലും അതിൽ ജോയിൻ ചെയ്ത് അപ്പൊ തന്നെ ചാനലിന്റെ ഒരു 5-6 ലിങ്ക് എടുത്തിട്ട് ആളുകൾ കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണൂല. ഇനി ഇതിന്റെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാൻ മറന്നു വരുന്നത്, എവിടെയാ നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്യാൻ ഒരു വഴി കൂടി കാണിച്ചില്ല. പക്ഷെ അത് ആൾക്കാർ കാണുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇത് സംഭവം പറഞ്ഞുതരാൻ അറിയാത്തവർക്ക് പറഞ്ഞുതരാം. നമ്മുടെ ഫേസ്ബുക്കിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. നമ്മളെ ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാല്, ഇത് ഞാൻ നേരത്തെ എടുത്തോണ്ടാ, ഇത് കണ്ടോ ഫേസ്ബുക്കിൽ കേരള യൂട്യൂബ് കമ്മ്യൂണിറ്റി, കേരള യൂട്യൂബ് എന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇത് കാണാൻ പറ്റും, ഗ്രൂപ്പ് കാണാൻ പറ്റും. അപ്പൊ ഈ ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ജോയിൻ ചെയ്യുക. എന്നിട്ട് നല്ല കിടിലൻ തമ്പനയിൽ ഇട്ടിട്ട് ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ പറയേണ്ടത്, അതിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യാം എന്റെ ആവശ്യം, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് യൂട്യൂബ് തുടങ്ങിയത് എന്നോ, അല്ലെങ്കിൽ ആളുകൾക്ക് വായിക്കുമ്പോൾ ഒരു ചെറിയൊരു സ്റ്റോറി ഒക്കെ വായിക്കുന്ന രൂപത്തിലൊക്കെ എഴുതിയിട്ട് ലിങ്ക് ഷെയർ ചെയ്യും. അപ്പൊ ആളുകൾ കുറച്ച് പേരെങ്കിലും കാണും. നിങ്ങൾ ലിങ്ക് ഇട്ട ഒരു 10 പേരെങ്കിലും കാണും. ഈ ആദ്യം കാണുന്നത് എന്റെ ഗ്രൂപ്പാണെന്ന് തോന്നുന്നു. കുറെ നാൾ ഉപയോഗിച്ചിട്ട് അല്ല, ഇതെന്റെ അല്ല, എന്റെ ഗ്രൂപ്പാണ് ഞാൻ ഷെയർ ചെയ്തത്. ഇതിൽ 1300 ആൾക്കാരുണ്ട്. ഇതുണ്ടോ, ഇതൊന്നും ഒരു മനുഷ്യൻ കണ്ടിട്ടുണ്ടാവും. കണ്ടോ എന്റെ കണ്ടോ, ആദ്യം ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിലെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഇവിടെ മെയിൻ ആയിട്ട് പിന്നെ തമ്പനേലിന്റെ ആ ഒരു ഡിസൈനിന്റെ മുകളിലാണ് ആൾക്കാർ കാണുന്നത്. അപ്പം ലിങ്ക് ഷെയർ ചെയ്യേണ്ടവർക്ക് ഇവിടെ ചെയ്യാം. ഇതുപോലെ 50,000 ആൾക്കാരുള്ളതും 1,00,000 ആൾക്കാരുള്ളതൊക്കെ പിന്നെ ഗ്രൂപ്പുകളുണ്ട് ഫേസ്ബുക്കിൽ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി ആർക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ പറഞ്ഞു, ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ലെങ്ത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, വീഡിയോ ലെങ്ത്തിന്റെ കാര്യം. ആ അപ്പൊ ഞാൻ ചില നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഞാൻ ഷോർട്ട് വീഡിയോസ് ആണ് ഇട്ടിരുന്നത്. പിന്നീട് ഇതുപോലെ സാബർ കൂടി പറഞ്ഞിട്ടാണ് ഞാനത് അതിന്റെ സൈസ് വീഡിയോയിലോട്ട് കടന്നത്. ഷോർട്ട് മിനിമത്തിലാക്കിക്കൊണ്ട് വീഡിയോസ് ഇട്ട് തുടങ്ങി. ഇപ്പൊ ഒരു 5-6 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതില് ചിലതൊക്കെ ഒരു 50 വന്നുപോയി. അതിനകത്തൊക്കെ വളരെ 100-ൽ താഴെ വ്യൂസ് ഉള്ളൂ. അല്ല, അത് പിന്നീട് ഞാനിപ്പോ പറഞ്ഞില്ലേ കുറച്ച് കാര്യങ്ങൾ, അതുകൂടി ഒന്നും പിന്നെ അനലൈസ് ചെയ്താൽ ഈ ഹുക്കിനെ പറ്റി പറഞ്ഞില്ലേ വീഡിയോയില്, ഹുക്ക് അതെങ്ങനെയാന്ന് ഒന്ന് അതിനെ പറ്റി ജൈവനല്ലത്. അതെ അതെ അതെ. ഹുക്ക് കൊടുക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ ഈ ഹുക്ക് എന്ന് പറയുന്നത് പിന്നെ സിംബോളിക് ആയിട്ട് പറഞ്ഞത്, നമ്മളത് എവിടെയെങ്കിലും കുഴപ്പിടുന്നതല്ല. നമ്മളെ വാക്കുകളിലൂടെ ആളുകളെ അങ്ങനെ കൊണ്ടുവരുന്നു. മനസ്സിലായെങ്കിൽ സംഭവം മനസ്സിലായി? മനസ്സിലായി. അതായത് നമ്മള് വാക്കുകളിലൂടെ ആൾക്കാരെ പിടിച്ചിരുത്തണം എന്നല്ലേ ഉദ്ദേശിച്ചേ? ആ വാക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മൾ എഴുതി ഉണ്ടാക്കി കിട്ടുക. അതായത് ഇന്ന സമയത്ത് നമ്മൾ ഇന്ന ഹുക്ക് പറയണം, ഇന്ന സമയത്ത് ഇന്ന ഹുക്ക് പറയണം എന്ന് എഴുതണ്ട. ഞാൻ ലൈഫ് സ്റ്റൈലാണ്. അപ്പൊ എനിക്ക് ഇപ്പം എന്താണ് നടക്കുന്നത് അങ്ങനെയാണ്, പ്ലാൻ ചെയ്തിട്ടല്ലല്ലോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അല്ലല്ല, അത് പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞാല് നമുക്ക് ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് ചെറുതായിട്ട് ഐഡിയ ഉണ്ടാവുമല്ലോ നമ്മൾ എന്താണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ആ ഷൂട്ട് ചെയ്യുന്നതിന്റെ കുറച്ച് സെക്കൻഡ് മുമ്പെങ്കിലും നമുക്ക് അങ്ങനെ പ്ലാൻ പോകണം. നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്. മനസ്സിലായി. പറഞ്ഞ FBയിൽ നമ്മള് ലിങ്ക് ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അത് ക്വറി ലിങ്ക് ആണോ നമ്മള് നോർമൽ ലിങ്ക് ആയിട്ടാണോ? അതിന് വേറെ ഇഷ്യൂസ് ഒന്നും വരത്തില്ലേ?
കൊറിയൻ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്പനയിൽ ഷെയർ ചെയ്യാം. തമ്പനയിൽ ഷെയർ ചെയ്തിട്ട് അതിന്റെ കൂടെ കൊറിയൻ ലിങ്ക് ഇടാം. എന്നിട്ട് അതിന്റെ താഴെ ഇപ്പം ഡെന്റിസ്റ്റിന്റെ ഇപ്പം എന്തെങ്കിലും കുട്ടികളെ ദന്തപരിപാലനമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ വളരെ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിൽ കയറി കാണാം എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൂടി എഴുതിയിട്ടിടാം. നമുക്ക് കുഴപ്പമില്ല. ഓക്കെ. ഇല്ലെങ്കിൽ ആൾക്കാർ കാണൂല. ആൾക്കാർക്ക് ഭയങ്കര ഞാനൊരു കാര്യം പറയട്ടെ, കേരളത്തില് ഇപ്പൊ ടെക് ചാനൽ ഇപ്പൊ യൂട്യൂബ് ടിപ്സ് ചാനലിന് കേരളത്തിൽ ഇപ്പോ 1300, 5000, 6000 ഒക്കെ വ്യൂസ് വരുമ്പോൾ തമിഴ്നാട്ടിൽ നോക്കി കഴിഞ്ഞാൽ 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം ഒക്കെ വരുന്ന ചാനലുണ്ട്. അത് കുറെയൊക്കെ നമ്മളെ ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു മെന്റാലിറ്റി ഉണ്ട്. ഞാൻ പിന്നെ പറഞ്ഞത് വേറെ രീതിയിൽ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്റെ പിന്നെ ഈ പ്രോംപ്റ്റ് ഇടയ്ക്ക് കൊടുക്കത്തില്ലേ എന്ത് പ്രോംപ്റ്റ്? നമ്മള് ഓഡിയൻസിന് റിട്ടൻഷന് വേണ്ടി ചില വാക്കുകൾ നമ്മൾ ചാറ്റ് GPT കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടാനായിട്ട്. അതിൽ നമുക്ക് ഇപ്പൊ ഹെൽത്ത് ടോക്കിലൊക്കെ നമുക്ക് എന്ത് പ്രോംപ്റ്റ് കൊടുത്ത് ചോദിക്കാൻ പറ്റും? അത് ചെയ്യണമെന്ന് പറഞ്ഞാല് ചാറ്റ് ജിപിടിയിൽ പറയാം, നമ്മുടെ കംപ്ലീറ്റ് ടോപ്പിക് ഏകദേശം പറയും. എന്നിട്ട് പറയും ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വാക്കുകൾ. എവിടെയൊക്കെ ഹൂക്സ് കൊടുക്കാൻ പറ്റും, ആ പോയിന്റ്സുകളൊന്നും എനിക്ക് നോട്ട് ചെയ്ത് തരുമെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ചാറ്റ് ജിപിടി ചെയ്തു കൃത്യമായിട്ട് ചെയ്തു. ചാറ്റ് ജിപിടി സായിപ്പിലുള്ള ഹുക്കാന്നാ തരിക കേട്ടാ. കേരളത്തിൽ മലയാളം എടുത്ത് ചിലപ്പോ ആ ഹുക്ക് നടക്കൂല. അത് വ്യത്യാസം നമ്മളെ രീതിയിൽ മാറ്റണം. ഇവിടെ ഹുക്ക് നടക്കണമെങ്കിൽ വിരിഞ്ഞു പൊളിഞ്ഞ് വീണ് 2 ആൾ മരിച്ചു, എന്റെ കൈ ഒടിഞ്ഞു, എന്റെ കാലൊടിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. കാറ് വാങ്ങിച്ചു, ഞാൻ ഒരു ബംഗ്ലാവ് എടുത്തെന്നൊക്കെ പറഞ്ഞ അവന്റെ ചാനൽ അന്ന് തന്നെ കൂട്ടി. ഇനി എന്തെങ്കിലും ചോദിക്കാൻ? ചോദിച്ചോട്ടെ, പേര് പറയണേ. ക്ലിയർ ആവുന്നില്ല വോയിസ്. ഹലോ, വോയിസ് ക്ലിയർ ആവുന്നില്ല, പറഞ്ഞു. കേൾക്കാമോ? കേൾക്കാം പറ. ആരോ മൈക്ക് ഓൺ ആക്കിട്ട് നോക്കണേ. സാറേ, ഞാൻ എന്റെ വീഡിയോസിൽ പ്രധാനമായിട്ടും പ്രമേയമാക്കുന്നത് എന്റെ വർക്ക് വീഡിയോകൾ തന്നെയാണ്. അത് അതിന്റെ തുടർച്ച നഷ്ടപ്പെടാൻ ഇടയുണ്ട് എന്നുള്ളത് കൊണ്ട് വേറെ 1-2 അഡീഷണൽ സബ്ജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ വർക്ക് വീഡിയോക്ക് കിട്ടുന്ന ആ ഒരു റീച്ച് മറ്റ് സബ്ജക്റ്റുകൾക്ക് കാണാറില്ല. വർക്ക് എന്തായിരുന്നു മരത്തിന്റെ നമ്മളൊന്ന് പറഞ്ഞാണ്. അതെ, സാറിന് പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. കാർപ്പൻട്രി ഉള്ള അപ്പൊ വർക്ക് വീഡിയോക്ക് കിട്ടുന്ന റീച്ച് മറ്റ് വിഷയങ്ങൾ വെച്ച് ചെയ്യുമ്പോൾ ആ ഒരു നമ്പർ ഓഫ് വ്യൂസ് കിട്ടാറില്ല. അത് എന്തുകൊണ്ടായിരിക്കും അത് അങ്ങനെ സംഭവിക്കും? അതെന്താണെന്ന് വെച്ചാല് നമ്മളിപ്പം ആ വീഡിയോസിനായിരിക്കും കൂടുതൽ ആൾക്കാരുണ്ടാവും. സബ്സ്ക്രൈബേഴ്സ് കൂടി വന്നിട്ടുള്ളത് ആ വീഡിയോസിനായിരിക്കും, അത് കാണാൻ താല്പര്യമുള്ളവരായിരിക്കും. അതുകൊണ്ട് നമ്മൾ മറ്റു വീഡിയോട്ട് ചിലപ്പോൾ കയറിപ്പോലെ. ഉദാഹരണത്തിന് എന്റെ ചാനലില് ഞാൻ സ്റ്റോറി മാത്രമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കാണുന്നില്ല. ഞാനൊരു സ്റ്റോറിയുടെയും പിന്നെ ടിപ്സിന്റെയും കോമ്പിനേഷൻ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതെന്ന് വെച്ചാൽ കേരളത്തില് പൊതുവെ ആരും ഈ ടെക് വീഡിയോ ചെയ്യുന്ന ആളുകൾ ചെയ്യാത്ത രീതിയാണ് ആളുകളോട് സ്റ്റോറിയും ഇതും കൂടി മിക്സ് ചെയ്ത് കോമ്പൈൻ ചെയ്തുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത് അധികാരം ചെയ്യുന്നില്ല. എനിക്ക് യാദർശികമായിട്ട് വന്നു പോയതാണ്. പക്ഷെ ചെറിയ പ്ലാനുകൾ ഉണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. പക്ഷെ അത് ചെറിയ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. പക്ഷെ ആളുകൾ പിന്നെ സ്റ്റോറി മാത്രമൊന്നും അവർക്ക് താല്പര്യം വരുന്നില്ല. അവർക്ക് സബ് എങ്ങനെ കൂടാം, വ്യൂ എങ്ങനെ കൂടാം എന്നൊക്കെ പറയുന്ന ടോപ്പിക്കുകൾ ഇടുമ്പോഴാണ് പോകുന്നത്. അപ്പൊ ആ രൂപത്തിലാണ് നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളുടെ ആ ഒരു സ്പെസിഫിക് വീഡിയോക്കാണ് പോകുന്നെങ്കിൽ ആ വീഡിയോ മാത്രം ഇട്ടാൽ മതി. പക്ഷെ ഇടുമ്പോൾ എന്ത് ചെയ്താൽ മതി, ത്രൂ ഔട്ട് ഇപ്പൊ എല്ലാ ദിവസവും ഇടണമെന്നൊന്നുമില്ല. ഒരു ആഴ്ചയിൽ 2 ദിവസം ഇട്ടാൽ മതി. ഇനി അതും പറ്റില്ല, 1 ദിവസം ഇട്ടാൽ മതി. ഇടുന്ന ദിവസം കറക്റ്റ് 10 ആയിരിക്കണം. അതിന്റെ ഇടയിൽ ഞാൻ പിന്നെ ഈ സ്ലൈഡ് കാണിച്ചപ്പോ മിസ്സായതെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എഴുതാൻ മിസ്സായതെന്ന് അറിയാം. പിന്നെ നിങ്ങളൊക്കെ വീഡിയോ സ്ഥിരമായിട്ട് ഏത് സമയത്താണ് ഇടുന്നത്? ഒറ്റ സമയത്താണോ ഇടുന്നത്? അതോ പിന്നെ നിങ്ങൾക്ക് തോന്നിയ പോലെ 6:30 ഇട്ടു, നാളെ 8 മണിക്ക് ഇട്ടു, പിന്നെ ഒരു ദിവസം 7 മണിക്ക് ഇട്ടു, അങ്ങനെയാണോ ഇടുന്നത്? എങ്ങനെയാണ് ഇടുന്നത് വീഡിയോസ്? ആരൊക്കെ വൈകിട്ട് 6 മണിയാണ്. ഞാൻ വൈകുന്നേരം 6 മണി കറക്റ്റ് സമയം, 6:05 ഞാൻ ആ ഒരു സമയത്ത് കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് അങ്ങ് വിടുക ചെയ്തത്.
അപ്പൊ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാല് പിന്നെ ഒരു 5 മണിക്ക് ഇപ്പൊ 7 മണിക്ക് വിടുന്ന ആൾ 6 മണിക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. ഇനി നേരത്തെ വെച്ച പ്രശ്നമൊന്നുമില്ല. 1 മണിക്കൂർ മുന്നെങ്കിൽ അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പെങ്കിലും വെക്കുക. അത് ആ വീഡിയോ ക്വാളിറ്റിയും ചെക്കിങ് ഒക്കെ കംപ്ലീറ്റ് ആവാൻ വേണ്ടിട്ട്. അപ്പം വീഡിയോ ക്വാളിറ്റി കറക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ആർക്കും ഡൗട്ട് ഉണ്ടെന്ന് ചോദിച്ചോ. ഒരു ഡൗട്ട് ഉണ്ട്. ആരായിരുന്നു? ഹലോ. പിന്നെ നമ്മൾ മാക്സിമം എത്ര മിനിറ്റുള്ള വീഡിയോ ആണ് ഇപ്പൊ ചെയ്യേണ്ടത്? ഇപ്പൊ കുക്കിംഗ് ചാനലിലാകുമ്പോള് ഇത്ര സമയം ഞാൻ പറഞ്ഞ പിന്നെ അങ്ങനല്ല, ഇപ്പൊ നല്ല പിന്നെ വ്യൂസും അങ്ങനെയൊക്കെയുള്ള ചാനലൊക്കെ നമ്മൾ നോക്കുമ്പോ ചെറിയ ഒരു 5 മിനിറ്റിന്റെ താഴെയുള്ള വീഡിയോസ് ഒക്കെയാണ് അവർ കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നല്ല റീച്ച് അവർക്ക് പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ പറയുന്ന വെച്ചാൽ കുറച്ച് ലോങ് ആയിട്ട് അങ്ങനെ ചെയ്യണം എന്നല്ലേ? അപ്പൊ നമ്മൾ തുടക്കക്കാരിങ്ങനെ ലോങ് വലിയ വീഡിയോസ് ഒക്കെ ചെയ്താൽ അങ്ങനെ ആൾക്കാർക്ക് കാണാനൊരു ഇതുണ്ടാവോ? പറഞ്ഞത് ഞാൻ പറഞ്ഞത്, അതായത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാവരും ലോങ് ആയിട്ടുള്ള വീഡിയോ ചെയ്യണം എന്നില്ല. നമുക്ക് ഏത് വീഡിയോ ആണ് കൂടുതൽ സക്സസ് ആവാൻ സാധ്യത എന്നാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങളിപ്പോ 15 മിനിറ്റുള്ള വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ 15 മിനിറ്റിൽ ഒരു കുറച്ച് മിനിറ്റ് എങ്കിലും ഒരു ആവറേജ് ഒരു ടൈം വരെ നിങ്ങൾക്ക് ആളുകളെ പിടിച്ചിരുത്താനുള്ള കഴിവുണ്ടെങ്കിലും ബുക്സ് ഉണ്ടെങ്കിലും മാത്രമാണ് ചിലപ്പോൾ കയറിപ്പോകും. അല്ലാണ്ട് വെറുതെ വീഡിയോ ഒരു ഇത്ര മിനിറ്റ് വീഡിയോ 15 മിനിറ്റ് വീഡിയോ ചെയ്തത് കൊണ്ട് കയറിപ്പോകില്ല. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ 1 മിനിറ്റിലെ വീഡിയോ ചെയ്യാനും പാടില്ല. വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു 3 മിനിറ്റിന് മുകളിലേക്ക് ചെയ്യുന്ന നല്ലത്. ആ സമയം കൊണ്ട് പക്ഷെ നിങ്ങൾ ആൾക്കാരെ പിടിച്ചിരുത്താനും പറ്റും. ഒരു 5 മിനിറ്റ് ഒക്കെ ശരാശരി, 8 മിനിറ്റ് ഒക്കെ നല്ലത്. എന്തായാലും ഒരു 5-ന്റെയും 6-ന്റെയൊക്കെ ഇടയിലുള്ള ടൈം ചെയ്താൽ മതി. പക്ഷെ ആ സമയം നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം. കൃത്യമായിട്ട് ഉപയോഗിക്കണം പറഞ്ഞ ആളുകൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് പോവാൻ വിടരുത്. ആ രൂപത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുക്കിങ്ങിന്റെ വീഡിയോ പറയുന്ന സമയത്ത് പിന്നെ എനിക്ക് സ്റ്റോറീസ് പറയാമെന്നുള്ളത്. സ്റ്റോറീസ് പറയുമ്പോ എന്റെ ഉമ്മൂമ്മന്റെ കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഏതെങ്കിലും സ്റ്റോറീസ് നിങ്ങൾ ബുദ്ധിപരമായിട്ട് അതിൽ മിക്സ് ചെയ്യണം. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഐഡിയ ആണ്. നിങ്ങളാണ് അത് ക്രാഫ്റ്റ് ചെയ്ത് എടുക്കേണ്ടത്. ഇങ്ങനെ ഈ രൂപത്തിൽ പറഞ്ഞു. പിന്നെ നമ്മളിപ്പോ ഞാനിപ്പോ ഓൾറെഡി ചാനലിൽ ഇപ്പോ വർക്കൗട്ടിന്റെ ആണ്, പിന്നെ ഹൗസ് ഡ്രൈവർ ആണ്. അപ്പൊ അതിനനുസരിച്ച് ചെറിയ മാളിലൊക്കെ പോകുമ്പോ ആ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ സാബിറൊക്കെ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഹൈലൈറ്റ്സ് ആയിട്ട് ഒരു 30 സെക്കൻഡിൽ നമുക്ക് അത് ഇടാന്നുള്ളത് ആ വീഡിയോന്റെ തന്നെ. അപ്പൊ നമ്മൾ ആ വീഡിയോയിലുള്ള വിഷ്വൽസ് തന്നെ നമ്മൾ ഫസ്റ്റ് അതിൽ വിട്ടുണ്ടോ കോപ്പിറൈറ്റ് അങ്ങനത്തെ സംഭവം എന്തെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ടോ? കോപ്പിറൈറ്റ് നമ്മളതൊക്കെ ഇത് നിങ്ങൾക്ക് കുറെ കൺഫ്യൂഷൻസ് ആണ്. അതായത് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് എന്താ അറിയോ? കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് മറ്റൊരാൾ നമുക്ക് തരുന്ന അവരുടെ സാധനം ഉപയോഗിച്ച് തരുന്ന ഒരു റൈറ്റ് ആണ്. അവരുടെ അവകാശം നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. പല വീഡിയോസും വീഡിയോസും മ്യൂസിക്കും ഒക്കെ പല ആളുകളും പ്രൊട്ടക്ട് ചെയ്ത് വെച്ചാണ്. കോപ്പിറൈറ്റ് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചാണ്. ആ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം നമ്മൾ അവരെ അനുവാദമില്ലാതെ എടുത്ത് നമ്മളെ ചാനൽ ഉപയോഗിക്കുമ്പോൾ അത് അവർ കണ്ടെത്തുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ദേഷ്യമാണ് സ്ട്രൈക്ക്. അവർ തിരിച്ച് നമുക്ക് തരുന്ന പണിയാണ് സ്ട്രൈക്ക് പറഞ്ഞാൽ. ചില ആളുകൾക്ക് അത് അത്ര പ്രശ്നം ഉണ്ടാവില്ല. കാരണം കുഴപ്പമില്ല, ഇപ്പൊ അവരങ്ങനെ പോയിക്കോട്ടെ. അപ്പൊ അവർ ക്ലെയിം തരും, നീ ഉണ്ടാക്കുന്ന പൈസ കുറച്ച് എനിക്ക് തന്നാൽ മതി, പ്രശ്നമില്ല. അപ്പൊ ചില അവർ ടേക്ക് ഡൗൺ ചെയ്യും, മുഴുവൻ ഒഴിവാക്കും. അപ്പൊ അതാണ്. അപ്പൊ പിന്നെ റീയൂസോടും വരില്ല. അതിപ്പോ കൊടുക്കുന്ന പ്രശ്നം കൊടുക്കാം. എന്ത് വരില്ല? റീയൂസോടും വരില്ല. നമ്മുടെ തന്നെ വീഡിയോ ആണല്ലോ. അപ്പൊ റീയൂസ് വെറുതെ ആൾക്കാർ ഇങ്ങനെ കോപ്പറേറ്റ് പഠിക്കുന്നു. കോപ്പറേറ്റ് നമ്മൾ കറക്റ്റ് നോക്കി ചെയ്ത. ഇപ്പൊ ഇന്റെ ഇതിൽ തന്നെ ഞാൻ ഓൾറെഡി ഇത് നോക്കുന്നത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കൗട്ട്, പിന്നെ ഫാസ്റ്റ് ഡ്രൈവർ ആയതുകൊണ്ട് ചെറിയ മാൾക്കും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോ അതിൻ്റെതായ ഒരു വ്ലോഗ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ മിക്സഡ് ആയിട്ട് ചെയ്യുന്നോണ്ട് കുഴപ്പമുണ്ടോ? മിക്സഡ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതിന് പ്രശ്നമുണ്ടോ? ആ, വർക്കൗട്ട് അതേപോലെ തന്നെ നമ്മളെ ഈ ഡെയിലി വ്ലോഗ് അങ്ങനത്തെ ഇതാ ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി ചോദിച്ചാൽ കേട്ടില്ല. നമ്മളിപ്പോ സുമീർക്ക ചെയ്യുന്നില്ല. ഇപ്പൊ ഓൾറെഡി ഞാൻ വർക്കൗട്ടിന് വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ സുമീർക്ക ചെയ്യുന്ന പോലെ നമ്മള് ഇപ്പൊ പുറത്ത് പോകുമ്പോഴുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ യൂട്യൂബിൽ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മള് സബ് ചെയ്ത ആളുകളൊന്നുമല്ല നമ്മളെ വീഡിയോ കാണുന്നത്. പറഞ്ഞു കേൾക്കുന്നുണ്ട്? കേൾക്കുന്നില്ലേ? നമ്മളെ വീഡിയോ സബ് ചെയ്ത ആളുകളൊന്നല്ല നമ്മളെ വീഡിയോ കാണുന്നത്.
ഓരോ പ്രാവശ്യം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും പലപ്പോഴും നമ്മളെ വീഡിയോ കാണുന്നത് പുതിയ പുതിയ ആൾക്കാരാണ്. അത് നമ്മൾ അനലറ്റിക്സ് നോക്കി നമുക്ക് മനസ്സിലാവും പുതിയ ആൾക്കാരാണ് വീഡിയോസ് കാണുന്നത് എന്നുള്ളത്. അപ്പോ നമ്മൾ ഇടുന്ന വീഡിയോ പുതിയ ആളുകൾക്ക് ഓക്കെ ആണെങ്കിൽ അതിൽ ചിലപ്പോൾ കൂടുതൽ വ്യൂസ് വരും. പക്ഷെ ആ ആളുകളെ അടുത്ത പ്രാവശ്യം നമ്മൾ നിരാശരാക്കും. എന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ പുറത്തിറങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടെന്നിരിക്കാം. സൗണ്ട് ക്ലിയർ ആവുന്നില്ലേ? നമ്മൾ പുറത്തിറങ്ങിയിട്ടുള്ള ഇപ്പൊ എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നു, അത് കണ്ടിട്ട് കുറെ ആൾക്കാർ വന്നു. ഈ വന്ന ആളുകൾ അടുത്ത പ്രാവശ്യം അതുപോലെ വീഡിയോ എക്സ്പെക്ട് ചെയ്യും. അന്ന് നമ്മൾ വേറെ വീഡിയോ ചെയ്യാം, കുക്കിംഗ് ഒക്കെ ചെയ്യാം. അപ്പൊ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടില്ല, അപ്പൊ അവരാരും കാണില്ല. പക്ഷെ മൂന്നാമത്തെ ദിവസം നമ്മൾ പഴയ വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവര് വരണമെന്നില്ല, ചിലപ്പോൾ വരാതിരിക്കും. മിക്സഡ് കണ്ടിട്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ഒരു ചെറിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. സ്ഥിരമായിട്ട് നമുക്ക് വ്യൂസ് കൂടുതലും കുറവും ഒരൊറ്റ ലെവലിൽ പോകില്ല. ഇങ്ങനെ കാണുന്ന ഇങ്ങനെ പോകും. അതും കൂടി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തുടങ്ങിയ നമ്മളിപ്പോ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞാനും ദിയൊക്കെയുള്ള ചാനൽ ഉണ്ട്, അവിയൽ സ്റ്റോറീസ് വർക്ക്. ഈ അവിയൽ സ്റ്റോറീസ് പറഞ്ഞാൽ തന്നെ എല്ലാ സാധനവും അവിയൽ പോലെ ഇടും എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അത് അങ്ങനെ ഒരു ദിയ ഇന്ത്യസാം എല്ലാവരും ഉണ്ടായിരുന്നു. വീഡിയോ ഒരേ സമയത്തല്ലേ, പക്ഷെ വേറെ ദിവസം മാറുന്നോണ്ട് പ്രശ്നമുണ്ടോ? ദിവസം മാറുന്നതിന് പ്രശ്നമൊന്നുമില്ല. അത് നിങ്ങൾ ദിവസം മാറുന്ന പ്രശ്നമല്ല, നിങ്ങൾ ഇടുന്ന ദിവസം കൃത്യമായിരിക്കണം. എല്ലാ തിങ്കളാഴ്ചയും തിങ്കളാഴ്ച, തിങ്കൾ ചൊവ്വ ബുധനാണെങ്കിൽ തിങ്കൾ ചൊവ്വ ബുധൻ, ഇനി ചൊവ്വ വ്യാഴം ശനിയാണെങ്കിൽ ചൊവ്വ വ്യാഴം ശനി. ആ ഫോർമാറ്റ് നിങ്ങൾ പാക്കുക. യൂട്യൂബിന് എല്ലാ ഡിമാൻഡ് ഒന്നുമില്ല. യൂട്യൂബ് പറയുന്ന ഡിമാൻഡ് നിങ്ങൾ യൂട്യൂബിനോട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ കൃത്യസമയം പാലിക്കുക, കൃത്യമായിട്ട് ചെയ്യുക. അത് നിങ്ങളുടെ സമയം, നിങ്ങളുടെ സൗകര്യം, നിങ്ങളെ തീരുമാനം. പക്ഷെ അത് കൃത്യമായിരിക്കും. എല്ലാത്ത ഒരു അലമ്പന്മാരെ യൂട്യൂബ് സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങൾ ഈ ഫ്ലക്ച്വേഷൻസ് കേൾക്കുന്ന സമയത്ത് യൂട്യൂബ് ഉറപ്പായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. യൂട്യൂബിനെ എന്ന് വെച്ചാൽ ഭയങ്കര കണിശതയാണ്. പണ്ട് പറഞ്ഞത് കൃത്യമായിട്ട് മൂവ് ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ യൂട്യൂബ് സപ്പോർട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ അനലറ്റിക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പലതും ചെയ്യുന്നത്. ഇനി അടുത്ത ആരെങ്കിലും സബീർക്ക, ഈ വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് പറഞ്ഞപ്പോഴേ 1 മണിക്കൂർ മുമ്പ് ചെയ്യണം എന്ന് പറഞ്ഞില്ല. അപ്പൊ 1 മണിക്കൂർ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ട് അന്നേരം ഷെഡ്യൂൾ ചെയ്ത് വെക്കാനാണോ പറഞ്ഞത്? നേരത്തെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ആവുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ, അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? നീ ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറയുന്നത് ഇതാണ്, ഞാൻ പറഞ്ഞത്. അതായത് നമ്മളിപ്പോ ഒരു വീഡിയോ എടുക്കും, നമ്മൾ 5 മണിക്ക് എഡിറ്റ് ചെയ്തു, നമ്മൾ 7 മണിക്ക് വരേണ്ട വീഡിയോ ആണ്. നമ്മൾ എന്ത് ചെയ്തു, 6 മണിക്ക് ഷെഡ്യൂൾ ചെയ്ത് വെച്ചു. അന്ന് ഷെഡ്യൂൾ ചെയ്യുന്നത് 7 മണിക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 1 മണിക്കൂർ മുന്നേ ആയില്ലേ, അങ്ങനെ വരണമെന്നാണ് പറഞ്ഞത്. നേരത്തെ അതിനേക്കാളും നേരത്തെ ആയ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നീ രാവിലെ ആക്കി വെച്ചാലും പ്രശ്നമൊന്നുമില്ല. ചോദിക്കാനുള്ളത് അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോട്ടാ. ആരാണ് പേര് പറയും? ആളെ മനസ്സിലാവുന്നില്ല. ചോദിക്കൂ. ആരാണ്? ആളാരാ? കാണുന്നില്ല ആളെ, അതാണ്. രണ്ടാള് സൈലന്റ് ആയി. ഞാൻ അവര് സംസാരിച്ചപ്പോ ഞാൻ സൈലന്റ് ആയതായിരുന്നു. ഓക്കെ, ഞാൻ ചോദിക്കാം എന്നാലേ. ചോദിക്കൂ. ഓക്കെ, നമ്മള് പിന്നെ ഈ റീമിക്സ് ചെയ്യുന്നില്ലേ? കേൾക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നുണ്ട്. റീമിക്സ് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ. ഈ റീമിക്സ് ചെയ്യുമ്പോഴേ നമുക്ക് ഇപ്പൊ ഒരു 16:9 നമ്മൾ ഷൂട്ട് ചെയ്തതെങ്കിൽ റീമിക്സ് ചെയ്യുമ്പോ അത് കുറച്ച് ചെറുതായി പോകും. അത് ലേഔട്ട് ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോ ഹൊറിസോണ്ടലാണ്. ഇപ്പൊ വീഡിയോ ലേഔട്ടിൽ പോയിട്ട് നമുക്ക് ആ സ്ക്രീന് വലുതാക്കാൻ പറ്റും, ചേഞ്ച് ആക്കാം. അവിടെ ചേഞ്ച് ആക്കിയിട്ട് അതിന്റെ സൈസ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റാൻ പറ്റും. ഡബിൾ സ്ക്രീൻ ഒക്കെ ആക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്ക്വയർ. ഓക്കെ. അതേപോലെ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് അന്ന് കൃത്യമായിട്ട് മനസ്സിലായില്ല. നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോ സാബിർ സാറിന്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ പുതിയ എന്താ പറയാ ആനിമേറ്റഡ് ആയിട്ടുള്ള സ്ക്രീൻ കാണാറുണ്ടല്ലോ. അത് നമ്മൾ ഈ പ്രോംപ്റ്റ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കേസ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആനിമേറ്റ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ടിലുള്ള ചെറിയ ഇതാണോ, ഇൻഫോഗ്രാഫിക്സ് ആണോ? മീൻസ് ആ പിക്ചർ നമ്മളിപ്പോ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഗ്രീൻ ഇട്ടിട്ട് ഷൂട്ട്. ഫുൾ പിക്ചർ ആണോ?
ഫുൾ പിക്ചർ. അതായത് സാബിർ സാറിന്റെ വീഡിയോസ് ഒക്കെ മൊത്തം ബാക്ക്ഗ്രൗണ്ട് ഫുൾ പിക്ചർ ആയിരിക്കുമല്ലോ. അപ്പൊ അതേപോലെ നമ്മൾ ഗ്രീനിൽ ഷൂട്ട് ചെയ്തതിനു ശേഷം ആ ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മള് പ്രോംപ്റ്റിൽ ഏതോ ഒരു ആപ്ലിക്കേഷനിൽ പ്രോംപ്റ്റോ അങ്ങനെ എന്തോ കൊടുത്തിട്ടായിരുന്നു അത് ജനറേറ്റ് ചെയ്തെടുത്തിരുന്നെന്ന് പറഞ്ഞിരുന്നു. അത് നമ്മൾ ഗൂഗിളിൽ നിന്നും ഡയറക്റ്റ് പിക്ചർ എടുക്കുന്നല്ലോ. അപ്പൊ അതെങ്ങനെ ചെയ്യാന്നുള്ളത് അത് ഞാൻ തമ്പനിയുടെ ക്ലാസ്സിന്റെ ലാസ്റ്റത്തെ ലിങ്കിലുണ്ടല്ലോ. അതില് സംഭവം വർക്ക് ആവുന്നില്ല. എന്തൊരു ആപ്ലിക്കേഷൻ പറഞ്ഞു അതിനകത്ത് നമ്മള് ക്ലിക്ക് ചെയ്തിട്ട് യൂസർ എനിക്ക് പേഴ്സണലായിട്ട് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നോക്കിയിട്ട് പറഞ്ഞത്. അതുപോലെ വേറെ കാര്യമുണ്ട്. നമ്മളിപ്പോ ഞാനിപ്പോ കാണുന്ന സോഫ ഉണ്ടോ, ഈ സോഫയുടെ ഇത് ഷൂട്ട് ചെയ്താല് നമുക്ക് ഇതിന്റെ ഈ ബാക്ക്ഗ്രൗണ്ട്സ് മുഴുവൻ എന്ത് ചെയ്യാം, ഇത് മൊത്തം മാറ്റാം AI വെച്ച്. ഇവിടെ ഫുള്ള് പ്ലാൻസും മറ്റൊക്കെ സെറ്റപ്പ് ആക്കി എടുക്കാൻ പറ്റും. അത് ഞാൻ ഒരു വീഡിയോ ചെയ്യാം. അതില് ഗ്രീൻ സ്ക്രീൻ ഒന്നും വേണ്ട. ഓക്കെ. അപ്പൊ അതിലുള്ളൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ പെട്ടെന്ന് ഗൂഗിളിലുള്ള ഏതെങ്കിലും ഫോട്ടോ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ആക്കി എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ അതിന് കോപ്പി റൈറ്റ് പ്രശ്നങ്ങളൊന്നും വരില്ലല്ലോ. അങ്ങനെ വരുന്നില്ല. കോപ്പി റൈറ്റ് മെയിൻ ആയിട്ട് വരുന്നത് വീഡിയോസിനാണല്ലേ? ഓഡിയോസിനാണ് ഏറ്റവും കൂടുതൽ. ഓഡിയോ വീഡിയോ ആണ്. പിക്ചർ ആണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല അല്ലെ? പിക്ചർ വലിയ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ വരാറൊന്നുമില്ല, കുറവാണ്. ഓക്കെ ഓക്കെ. അവരവിടെ കൊടുക്കുന്ന കോപ്പി റൈറ്റ് എന്താ അറിയാ, എനിക്ക് തോന്നുന്നത് ഈ ഗൂഗിളില് ഇപ്പൊ ഷട്ടർ സ്റ്റോക്കിന്റെ അല്ല ഇതില് കോപ്പി റൈറ്റ് കാണിക്കില്ല. അപ്പൊ ആ കോപ്പി റൈറ്റ് ആളുകൾ തെറ്റിദ്ധരിക്കുന്നതാണ്. ആ കോപ്പി റൈറ്റ് എന്ന് പറയുന്നത് യൂട്യൂബിന് വേണ്ടി ഉണ്ടാക്കിയ കോപ്പി റൈറ്റ്സ് അല്ല. അത് അവരുണ്ടാക്കിയത് അവരുടെ ഒരു ഇമേജ് ബിസിനസ് പർപ്പസിന് വേറെ ആരെങ്കിലും എടുത്ത് ഉപയോഗിച്ചാൽ, ഏതെങ്കിലും അഡ്വർടൈസിങ് ഏജൻസി എടുത്ത് ഉപയോഗിച്ചാൽ അവർ അതിനെതിരെ നിയമപരമായിട്ട് നടപടി എടുക്കുകയും വലിയ ലക്ഷങ്ങൾ നഷ്ടപരിഹാരം ചോദിക്കുകയും ചെയ്യും. അതിൽ യൂട്യൂബായിട്ട് ബന്ധമൊന്നുമില്ല. ആ കോപ്പിറൈറ്റ് വേറെയാണ്. പണ്ടേ ഉണ്ട്, യൂട്യൂബ് വരുന്നതിന് മുന്നേ ഉണ്ട്. അത് പണ്ടൊക്കെ ഞാൻ ചെയ്യുന്ന കാലഘട്ടത്തിലുണ്ട്. അത് പക്ഷെ ആളുകൾ കോപ്പിറൈറ്റിന് കണ്ടുകൊണ്ട് ഇപ്പൊ എല്ലാവരും വിചാരിക്കും ആ കോപ്പിറൈറ്റ് ഈ കോപ്പിറൈറ്റ് ഒന്നാണെന്ന് വിചാരിക്കും. അത് രണ്ടും വേറെ പറയുന്നു, തെറ്റിദ്ധരിക്കുന്നത്. വേറെ ആരും ഡൗട്ട് ചോദിച്ചിരുന്നു? ചോദിക്കാം. സബീറേട്ടാ പറഞ്ഞു. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. എനർജിയും പേസും ഒരേപോലെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞില്ലേ? അത് മിക്കവാറും മിസ് ആവാറുണ്ട് വീഡിയോ എടുക്കുമ്പോ. അത് കാരണം അന്നത്തെ ദിവസം എടുക്കാനേ പറ്റത്തില്ല. മിസ്സാവുമ്പോ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ആ മിസ്സിങ് മനസ്സിലാവും. ഞാൻ എന്റെ വീഡിയോ കാണുമ്പോ എനിക്കുണ്ടാവുന്ന ആ ഒരു എനർജി ലോസ് ആകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവാൻ പറ്റും. കാരണം നിങ്ങൾ അത്രയും ഇതായിട്ട് എന്നെ നോക്കുന്നതായിരിക്കും. അപ്പൊ ആ സമയത്ത് എന്റെ എനർജി, ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ഈ എനർജി പോലും ഡൗൺ ആകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. മൂപ്പര് ക്ഷീണം പിടിച്ചു, മൂപ്പര് താഴ്ന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവും. അപ്പൊ ആ രീതിയിലേക്ക് കാണുന്ന ആളുകൾക്ക് ആ എനർജി പാസ്സാവരുത്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് നമ്മൾ എത്രത്തോളം പോസിറ്റീവായിട്ട് നമ്മൾ സന്തോഷത്തോട് പറയുന്ന അതേപോലെ ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതെ. അപ്പൊ അതിനെ നമുക്കൊരു മെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ? ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ട്രിക്കാണ് ഇത് ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് എടുക്കാൻ. നിങ്ങൾക്ക് എനർജി ലോസ് വരുന്നു എന്ന് തോന്നുമ്പോൾ ഒന്ന് നിർത്തിയിട്ട് വീണ്ടും സെറ്റായി വീണ്ടും ഒന്ന് പഴയ എനർജിയിൽ പറയും. അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾ കാണുക, ചില സ്ഥലത്ത് കട്ടാവുന്നതാണ്. ഇടക്കിടക്കിന്റെ വോയിസ് കട്ടായി വരുന്നുണ്ടോ ചില സ്ഥലത്ത്. അത് ഇതുപോലെ എനിക്ക് തെറ്റുന്നതും ഒക്കെ അവിടെ കട്ട് ചെയ്തിടുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഞാനതിൽ കെയർ ചെയ്യാതെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ മടിച്ചിടുന്നോണ്ടാണ് അങ്ങനെ കട്ടൊക്കെ വരുന്നത്. പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് സംഭവം കയറ്റും. ഞാൻ പിന്നെ അങ്ങനെ നമുക്ക് പ്ലാൻ വേണം. അതായത് ഉദാഹരണത്തിന് നിങ്ങൾ വീഡിയോ തുടങ്ങുമ്പോഴും സ്റ്റോപ്പ് ചെയ്യുമ്പോഴും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും. അതായത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വീഡിയോയുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുക. ഇവിടെ ഒരു 1-2 സെക്കൻഡ് നിന്നിട്ട് അതിനുശേഷം പറഞ്ഞു തുടങ്ങും. വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞിട്ട് പെട്ടെന്ന് പോയത് നിന്നിട്ട് 2 സെക്കൻഡ് നിന്നിട്ട് പോവാം. അതുപോലെ ഇടവേളകളിൽ ഇങ്ങനെ നമ്മൾ ബ്രേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ആ ബ്രേക്ക് എടുക്കുന്ന തൊട്ട് മുന്നേ ചെറിയൊരു ഗ്യാപ്പ് എടുക്കുക. അതിനുശേഷം പറഞ്ഞു തുടങ്ങുമ്പോൾ ഗ്യാപ്പ് എടുക്കുക. അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് ജോയിൻ ചെയ്യുമ്പോൾ എടുക്കുമ്പോൾ എളുപ്പമായിരിക്കും. എനിക്ക് ആർക്കും ഉണ്ടെങ്കിൽ വേഗം പറയും. നമുക്കൊരു 10 മണിക്ക് ക്ലോസ് ചെയ്യാം. ഹലോ, ആരാണ്? നീതു.
ആ ബഹറിൻ ഡയറീസ് മനസ്സിലായി പറഞ്ഞു. അതേപ്പോ ഒരു പുതിയ ചാനൽ തുടങ്ങി, അത് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് തന്നെ അത് ആൾക്കാരിലേക്ക് എത്തിക്കോ, അല്ലെങ്കിൽ ആദ്യം ലിങ്ക് ഷെയർ ആണോ? അതാണ് എനിക്ക് അറിയണ്ടേ. ആദ്യത്തെ കുറച്ച് വീഡിയോസും ചിലർ ഇൻസ്റ്റാഗ്രാമില് അറിയാവുന്ന ഒരു ഫ്രണ്ട് ഇൻസ്റ്റാഗ്രാമില് കുറെ ഫോളോവേഴ്സ് ഉണ്ട് പുള്ളിക്കാരിക്ക്. അപ്പൊ ഒരു 7000 ഒക്കെ ഉണ്ട്. അത്ര ഉണ്ടായിട്ടാണ് ചാനൽ തുടങ്ങിയത്. അപ്പൊ അവർക്ക് ആദ്യം വീഡിയോ ഇട്ടപ്പോ തന്നെ പടപടാന്ന് ആൾക്കാർ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഒന്നുമില്ല, യൂട്യൂബ് മാത്രമായിട്ട് ഞാൻ തുടങ്ങി. അപ്പൊ യൂട്യൂബ് തന്നെ പ്രൊമോട്ട് ചെയ്യുമോന്ന് അറിയാൻ വേണ്ടിട്ടാണേ. അതൊരു കാര്യം ചെയ്താൽ മതി. ആദ്യ തുടക്കത്തിൽ എന്ത് ചെയ്യാം, നമ്മളെ പരിചയത്തിൽ ഇപ്പൊ ടീച്ചേഴ്സ് ഉണ്ടാവും, അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അതായത് നമ്മൾ ഗ്രൂപ്പുകളെ ഡിപ്പെൻഡ് ചെയ്യരുത്. ഗ്രൂപ്പിലെ ആൾക്കാരെ നമ്മൾ യാതൊരുവിധ ഇമോഷണൽ കണക്ഷൻസും ഇല്ലാത്ത ആൾക്കാരായിരിക്കും, നമ്മൾ പരിചയം പോലും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് നേരിട്ട് അറിയുന്ന ആളുകളെയും റിലേറ്റീവ്സിനെയും നമ്മൾ 10, 20, 50 പേര് മതി, ആ ആളെ കൊണ്ട് മാത്രം കാണിപ്പിക്കുക. അപ്പൊ അങ്ങനത്തെ ആദ്യത്തെ വീഡിയോ 50 പേര് കണ്ടു, രണ്ടാമത്തെ വീഡിയോ 50 പേര് കണ്ടു, മൂന്നാമത്തെ വീഡിയോ 50 പേര് കാണുമ്പോൾ യൂട്യൂബ് മെല്ലെ കണ്ടന്റ് സജസ്റ്റിംഗ് ദിസ് വീഡിയോ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് എത്തിക്കും. അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ മുതൽ നിങ്ങൾ ദിവസം സ്റ്റാർട്ട് ചെയ്തു, പിന്നെ അങ്ങോട്ടേക്ക് നിങ്ങളെ കയ്യിലാണ്. എപ്പോഴാണോ കണ്ടന്റ് സജസ്റ്റ് ചെയ്യുന്നത് ആ സമയം മുതൽ നമ്മളെ വീഡിയോ ഓണായി. ഇത് പണ്ടിതൊക്കെ ആവണമെങ്കിൽ 1000 സബ്ബൊക്കെ കഴിയണം. ഇന്ന് എല്ലാവരും പിന്നെ പണം ഉള്ളവനും ഇല്ലാത്തവനൊക്കെ ഒരുപോലെയാന്ന് പറഞ്ഞ പോലെയാണ് യൂട്യൂബ്. തുടങ്ങിയ ആൾക്കാരും ഇനി ലക്ഷക്കണക്കിന് സബ്ബുള്ള ആൾക്കാരും ഒരുപോലെ. ഇനി എന്തെങ്കിലും ഉണ്ടോ? അതേപോലെ സാർ ഇപ്പൊ ഈ പറഞ്ഞ സെയിം ഡൗട്ട് എനിക്കുണ്ട്. നമ്മളിപ്പോ 5 ലക്ഷം 10 ലക്ഷം അതല്ലെങ്കിൽ ലക്ഷങ്ങള് 50 ലക്ഷത്തിന്റെ മേളൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകളുടെ വീഡിയോസ് അവർ നോക്കുമ്പോ തന്നെ അവരുടെ വീഡിയോസ് ഒരു 24K 25K ഒരു ശരാശരിയിൽ വന്ന് നിൽക്കുകയാണ്. അത് മേലേക്ക് പോകുന്നില്ല. ഇനിയിപ്പോ ഒരു 1 lakh ആണെങ്കിൽ അത് 1 lakh തന്നെ, അതിന് മേലോട്ട് പോകുന്നില്ല. അത് എത്ര വലിയ യൂട്യൂബേഴ്സിന്റെ അവരുടെ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ പോലും ഇത് തന്നെ. അപ്പൊ അത് യൂട്യൂബ് തന്നെ അത് അങ്ങനെ ഫോഴ്സ്ഫുള്ളി ഇപ്പൊ ഇത്രയും പൈസ കൊടുക്കണല്ലോ ഓരോരുത്തർക്ക്, വലിയ വീഡിയോസ് ഇത്രയും കാണിച്ചുകൊണ്ടിരിക്കുമ്പോ അവർക്ക് അത്രയും. അതിനൊരു മറുപടി വന്നില്ല. പിന്നെ നമ്മളന്ന് ഇത് നോക്കിയില്ലേ, RPM നോക്കിയില്ലേ? RPM നോക്കിയ സമയത്ത് തൊട്ട് താഴെ കണ്ടോ CPM കണ്ടോ, എത്രയാണ് അഡ്വർടൈസേഴ്സ് പേ ചെയ്യുന്നത്? കിട്ടുന്നത്. അതായത് യൂട്യൂബില് എന്റെ വീഡിയോയില് 1.57 അതായത് ഒരു $1.57 അഡ്വർടൈസിങ് ഫീ ആയിട്ട് യൂട്യൂബിൽ കൊടുക്കുമ്പോൾ യൂട്യൂബ് എനിക്ക് തരുന്നത് $87-90 ബാക്കി മുഴുവൻ പൈസ യൂട്യൂബിലാണ്. അപ്പൊ അന്നത്തെ ഒരു വീഡിയോ യൂട്യൂബ് ഒരിക്കലും അവിടെ ഫ്രീസ് ചെയ്യില്ല. കാരണം യൂട്യൂബിൽ എന്താണ്, പിന്നെ ഇത് എത്ര ആൾക്കാർ കാണുന്നു അത്രയും പൈസ ഇവിടെ വരും. അവർക്ക് നമ്മൾ കൂടുതൽ കിട്ടുന്നുണ്ട്. അവര് അഡ്വർടൈസേഴ്സ് $2 പേ ചെയ്യുന്നുണ്ട് വിചാരിക്കാം. നമുക്ക് തരുന്നത് 0.20 ആണ്. അത് എന്തുകൊണ്ടാണെന്ന് അറിയാം, നമ്മളെ കയ്യിലിരിപ്പുണ്ടാണ്. നമ്മൾ ഈ ഒരു ലോകത്ത് ആർക്കും മനസ്സിലാത്ത മലയാളം കൊണ്ടുപോയി കൊടുക്കുക. ആ മലയാളം ആ കൂടെ അറിയുന്നത് നമുക്ക് മാത്രമാണ്, കേരളത്തിൽ മാത്രമാണ്. അതുകൊണ്ട് ഇംഗ്ലീഷുകാർ ഇപ്പോ അവരുടെ അഡ്വർടൈസിങ് എങ്ങനെ പ്ലേസ് ചെയ്യാം. ഇപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്ക് പേ ചെയ്യുന്ന കുറയുന്നത്. അപ്പൊ നമ്മളത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ പേയ്മെന്റ് കൂടിക്കൂടി വരും. അപ്പൊ അത് ഫ്രീസ് ആവുന്നത് എന്താ വെച്ചാൽ ഈ സബ്ബുള്ള പണ്ട് മുതലേ തുടങ്ങിയതായിരിക്കും. അപ്പൊ കുറെ ആൾക്കാരുണ്ടോ, അപ്പൊ ഈ ആൾക്കാർ കാണുന്നത് കുറയുന്നതാണ്. അതൊരു ആ സബ്ബുള്ള ആളുകളാണെങ്കിലും ഇപ്പൊ പറഞ്ഞ പോലെ പുതിയ ആൾക്കാരാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഏത് വീഡിയോ ചെയ്യുമ്പോഴും അതിന്റെ തമ്പനയിലായാലും അതിന്റെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, നമ്മൾ പ്രസന്റ് ചെയ്യുന്നതാണെങ്കിലും എല്ലാം പുതിയ ആൾക്കാരാണ് ഇത് കാണുന്നത് എന്നുള്ള ഒരു ഇത് മനസ്സിൽ പിടിച്ചിട്ട് വേണം ചെയ്യാൻ നടത്തും. പുതിയതായിട്ട് ആൾക്കാരെ കാണാം. പിന്നെ പഴയ ആൾക്കാർ, ഇപ്പൊ എന്റെ വീഡിയോസ് ഒക്കെ കൂടുതൽ നമ്മളെ ഗ്രൂപ്പിലെ ആൾക്കാരും പഴയ ആൾക്കാരും സ്ഥിരമായിട്ട് കാണുന്നവരുണ്ട്. ചിലവർക്ക് അങ്ങനെ ഇൻഫ്ലുവൻസർ ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് പോകും. ഒരു ഡൗട്ട് ആയിക്കോട്ടെ. ആരാണ്? നേരത്തെ പിന്നെ അത് ഫസ്റ്റ് 30 സെക്കൻഡ് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന കാര്യം പറഞ്ഞപ്പോ അതിൽ ഒരാള് വീഡിയോ കാണിച്ചിട്ട് അതിലൊരു മലയാളത്തിൽ ഇങ്ങനെ ഇത് കാണിച്ചില്ലേ, സബ്ടൈറ്റിൽ, അതെന്താണ്? ഷസാമിന്റെ അത് പുതിയ അപ്ഡേറ്റ് ആയി യൂട്യൂബിന്റെ. നമ്മളെല്ലാവരുടെയും വീഡിയോ പിന്നെ ഇതില് യൂട്യൂബിന്റെ ഹോം സ്ക്രീനിൽ വരുമ്പോ നമ്മളത് ടച്ച് ചെയ്യാതെ ഇങ്ങനെ പിടിച്ചു തന്നാൽ നമുക്ക് അവിടെ ഓട്ടോ പ്ലേ ആവും. ഓട്ടോ പ്ലേ ആവുന്ന അതിന്റെ അടിയിൽ മലയാളത്തിൽ എഴുതിക്കണം. ഏത് ഭാഷയാണ് പറയുന്നത് അതിനെ പറ്റിയിട്ടൊന്നും പറയാതിരിക്കാൻ നല്ലത്.
അതെ, അപ്പൊ നമ്മളത് മുന്നേ സെറ്റിംഗ്സിൽ ചെയ്ത് വെക്കുന്നതല്ലേ? അല്ല അങ്ങനെയല്ലേ? നമുക്ക് അവിടെ ഒരു കൺട്രോളും ഇല്ല. അതിനെ ഉപയോഗിക്കുന്ന അത് ഓഫാക്കാൻ പറ്റൂല. അത് ഓഫാക്കാൻ പറ്റും, പക്ഷെ നമ്മൾക്ക് നമ്മളെ ഫോണിൽ ഓഫാക്കാൻ നമ്മളെ ഫോണിൽ ഓഫാക്കാൻ പറ്റുള്ളൂ. ഞാൻ ചെയ്യുന്ന വീഡിയോ അതിപ്പോ നിങ്ങളെ ഫോൺ കാണാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റൂല. അത് നമ്മൾ പറയുന്ന ഭാഷയായിട്ട് മാത്രമല്ലേ വരുള്ളൂ. അത് മനസ്സിലായിട്ടാ, ക്ലിയർ ആയിട്ടാ. അതായത് നമ്മുടെ സ്വന്തം ഫോണിൽ നമുക്ക് വേണമെങ്കിൽ അത് ഓഫാക്കി വെക്കാം, പക്ഷെ മറ്റൊരാളുടെ ഫോണിൽ നമുക്ക് ഓഫാക്കി വെക്കാൻ പറ്റില്ല. അവിടെ അത് പിന്നെ കാണിക്കും. അപ്പൊ അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാനുള്ള രീതിയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ കാണിക്കുന്നത് നമുക്ക് ബെനിഫിറ്റ് ആവുന്ന രൂപത്തിൽ ഉപയോഗിക്കാനുള്ള മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. അതെ, നമ്മളെ ഫോണിൽ എങ്ങനെയാ അത് ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചത്. നമ്മുടെ ഫോണിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന്. നമ്മുടെ ഫോണിൽ അവിടെ ക്യാപ്ഷൻസ് രണ്ട് CC ഉണ്ടാവും, അത് ടച്ച് ചെയ്ത് ഓഫ് ആവും. അതുകൊണ്ട് കാര്യമൊന്നുമില്ല, നമുക്ക് മാത്രം. അപ്പൊ ഇത് എല്ലാവർക്കും ഉണ്ടാവും അല്ലെ? യൂട്യൂബേഴ്സിനാണെങ്കിലും എല്ലാവർക്കും ഉണ്ട്. പുതിയ അപ്ഡേറ്റ്. ഇനി വേറൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എൻഡ് ചെയ്യാം. അപ്പോ പിന്നെ അത് ഇപ്പൊ പറഞ്ഞ മറ്റേ മലയാളം എഴുതുന്നതേ നല്ല കാര്യം തന്നെ, പക്ഷെ എന്റേതായ പ്രശ്നം കൊണ്ട് മാത്രം ഒരു ചെറിയ മിസ്റ്റേക്ക് വരുന്നുണ്ട് അതിൽ. ഞാന് ഉച്ചാരണത്തിന്റെ ചെറിയ പ്രശ്നം കൊണ്ട് രാവിലെ ഡാൻസ് കളിച്ചു എന്നുള്ളതിന് പകരം അവിടെ എഴുതി കാണിക്കുന്നത് ഡാൻസ് കളിച്ചു എന്നുള്ളതാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ അതൊന്നും പറയാതിരിക്കുന്നതല്ല. അതിലും പറഞ്ഞ വേറെ കൂടി തന്നെ ഡയാലിസിസ്. അതുപോലെ വേറൊരു ഇമ്പോർട്ടന്റ് ആയ കാര്യം പറയാൻ വിട്ടുപോയി. അതായത് പിന്നെ ഞാൻ പറഞ്ഞു പെയ്ഡായിട്ട് നമ്മളെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ ഇതുപോലെ ഡിസ്കഷൻസ് വെക്കുക എന്നുള്ളതാണ്. ക്ലാസ് അല്ല, ഡിസ്കഷൻസ് വെക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഡിസ്കഷൻസ് വെച്ചിട്ട് നമുക്ക് മാസത്തിൽ പറ്റുന്ന പോലെ 3-4 പ്രാവശ്യം ഇരിക്കാം. എന്നിട്ട് ഡിസ്കഷൻസിൽ ഇതുപോലെ ക്ലിയർ ചെയ്യാം. പിന്നെ ക്ലാസ്സുകൾ ഇതിന്റെയും അഡ്വാൻസ്ഡ് ആയിട്ട് ക്ലാസ്, അതായത് ഇന്ന് പറഞ്ഞതല്ല, ഇതിനേക്കാളും നമ്മുടെ നിശ്ചയം എങ്ങനെ, നമ്മുടെ ടോപ്പിക്ക് നല്ലതാണോ മോശമാണോ എങ്ങനെ കണ്ടുപിടിക്കും, അത് കണ്ടുപിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യുന്നുള്ളതാണ് അടുത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിലിപ്പോ ഈ ഇന്ന് വെച്ച എമൗണ്ടിനേക്കാളും കൂടുതൽ എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് വെക്കുക. അപ്പൊ അതുപോലെ ക്ലാസ് വെച്ചിട്ടൊക്കെ മുന്നോട്ട് പോകാനുണ്ട്. അപ്പൊ ഗ്രൂപ്പിൽ ഇതുപോലെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിന് പേയ്മെന്റ്, അതായത് ഞാൻ ചാർജ് പറയുന്നത് നിങ്ങൾക്ക് 6 മാസത്തേക്ക് വരുന്നത് 600 രൂപയാണ് 6 മാസത്തേക്ക്. അല്ലെങ്കിൽ മന്ത്ലി ഒരു 150 രൂപ അടച്ചിട്ട് ചെയ്യാം. ഇതിങ്ങനെ വെക്കാൻ കാരണം ചിലപ്പോൾ ആൾക്കാർ വെക്കാം 600 കൊടുത്തിട്ട് പെട്ടാലോ. അപ്പം നിങ്ങൾ മാസം 150 അടച്ചാൽ മതി, എന്ത് നോക്കാൻ നമുക്ക് പെടുവോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. പിന്നെ അപ്പോൾ നമ്മൾ ഇതുപോലെ വെക്കും. പുറത്തുനിന്ന് വരുന്ന ആളുകൾ, അതായത് ഇതിലൊന്നും ഗ്രൂപ്പിൽ ഇല്ലാത്ത ആളുകൾ, പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഈ മീറ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവരോട് കുറഞ്ഞത് ഒരു 50 രൂപയെങ്കിലും ചാർജ് ചെയ്യും. പിന്നെ ഇതേ സാധനം തന്നെ യൂട്യൂബിൽ പ്രീമിയം മെമ്പേഴ്സിന് കൊടുക്കുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ യൂട്യൂബിൽ അങ്ങനെ കൊടുക്കാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മന്ത്ലി ഒരു 350 രൂപ ആ രീതിയിലാണ് സെറ്റ് ചെയ്യുക. അപ്പം ഇപ്പൊ നിലവിൽ ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുള്ള കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 600 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 150 രൂപ അടിച്ചിട്ട് ജോയിൻ ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞുതരാം, കാരണം കൂടെ സ്ക്രീൻ ഷെയർ ഇല്ല. അപ്പൊ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. പിന്നെ ഞാൻ ഇത് എപ്പോഴും ഇതുപോലെ അല്ല, ഞാൻ പറഞ്ഞപ്പോ ഞാൻ തമ്പലിന്റെ ക്ലാസ് ആദ്യം എടുത്ത 200 രൂപക്കാണ്, ഇപ്പൊ എടുക്കുന്ന 450 രൂപക്കാണ്. അപ്പൊ അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് ഞാൻ പൈസ കൂട്ടും. എന്റെ 2 വർഷത്തെ ഒരു പ്ലാന് ഇതാണ്, ക്ലാസ്സുകൾ എടുക്കാന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പെയ്ഡായിട്ടുള്ള പല സർവീസുകൾ ഇതുപോലെ ഇനി ആഡായി കൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ആരെയും നിർബന്ധിക്കുന്നൊന്നുമില്ല. നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാം. പിന്നെ ഇതുപോലെ ഗൂഗിൾ മീറ്റ് വെച്ചിട്ട് എവിടെയാണ് നമുക്ക് പ്രശ്നം, എന്താണ് പ്രശ്നം, എങ്ങനെയാണ് പ്രശ്നം എന്ന് കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോവാം. അപ്പൊ നിങ്ങളുടെ ചാനൽ അതോടുകൂടി സക്സസ് ആവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ നിങ്ങൾക്കാണ് പലപ്പോഴും ഉറപ്പില്ലാത്തത്, അതാണ് എനിക്ക് മനസ്സിലാവുന്നത്.